നല്ല ഗാനത്തിനായി കരങ്ങളെ അടിച്ച് കർത്താവിനെ സ്തോത്രം ചെയ്യാം. വിഷയമില്ലാത്ത എല്ലാവരും കരങ്ങളടിച്ച് കർത്താവിനെ സ്തോത്രം ചെയ്യാം. Shall we all stand in the presence of God? എല്ലാവരും എഴുന്നേറ്റ് നിന്നോട്ടെ. ഗലാത്യർക്കൽ ലേഖനം ദൈവവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരികെ. Thank you, Jesus. Thank you, Jesus. ബൈബിളിൽ എല്ലാവരും എടുത്താണ്. ഗലാത്യർക്കൽ ലേഖനം 6-ാം അധ്യായം 7-8 വാക്യങ്ങൾ. Galatians chapter 6 verses 7 and 8. ഗലാത്യർക്കൽ ലേഖനം 6-ാം അധ്യായം 7-8 വാക്യങ്ങൾ. കഴിഞ്ഞ ആഴ്ച മുതൽ പുതിയൊരു സീരീസ് നമ്മൾ ആരംഭിക്കുകയുണ്ടായി. ഈ ഏപ്രിൽ മാസത്തിൽ ഹൗ ടു ഫേസ് ടുമോറോ, നമ്മുടെ നാളെയെ എങ്ങനെയാണ് അഭിമുഖീകരിക്കേണ്ടത്. നാളെ എന്തായി തീരും എന്ന് ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. നിങ്ങളുടെ നാളെ തിന്മയാകണമെന്ന് ആഗ്രഹിക്കുന്ന ശത്രുക്കൾ ഉണ്ടായിരിക്കാം. നിങ്ങളുടെ നാളെ നല്ലതാകണമെന്ന് ഒരുപക്ഷെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. എന്നാൽ നിങ്ങളുടെ നാളെ നല്ലതാകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ നന്നായി വേറെ ഒരാൾ കൂടെ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ നാളെ നല്ലതാകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ മറ്റൊരാൾ കൂടെ നിങ്ങളുടെ നാളെ നല്ലതാകണമെന്ന് ആഗ്രഹിക്കുന്നു. നിങ്ങൾ ആഗ്രഹിക്കാത്ത നന്മ, നിങ്ങൾ ആഗ്രഹിക്കാത്ത ഉയർച്ച, നിങ്ങൾ ആഗ്രഹിക്കാത്ത ദൈവകൃപ, നിങ്ങൾ ആഗ്രഹിക്കാത്ത സമൃദ്ധി, നിങ്ങൾ ആഗ്രഹിക്കാത്ത വിശാലത ആ വ്യക്തി ആഗ്രഹിക്കുന്നു. അവൻ സർവശക്തനായ ദൈവമാണ്. നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി നിങ്ങൾക്ക് വരേണ്ടതിന് the better tomorrow, നാളേക്ക് വേണ്ടി ദൈവം നിങ്ങൾക്ക് വേണ്ടി ആശിച്ചിട്ട് ഇരിക്കുന്നു. അതുകൊണ്ട് ഇന്ന് ഈ ചൂടത്തും എഴുന്നേറ്റ് നിന്ന് ദൈവവചനം ഈ പട്ടണത്തിൽ കേൾക്കുമ്പോൾ ഞാൻ നിങ്ങളോട് പറയട്ടെ, our tomorrows are going to be greater than our yesterdays. നമ്മുടെ ഇന്നലെയേക്കാൾ നമ്മുടെ നാളെ നല്ലതായിരിക്കും. നമ്മൾ കണ്ടത് അല്ല വലുത്, നമ്മൾ കാണാൻ പോകുന്നതാണ് വലുത്. നമ്മൾ ചെയ്തതല്ല വലുത്, ദൈവം നമ്മെക്കൊണ്ട് ചെയ്യിക്കാൻ പോകുന്നതാണ് വലുത്. നമ്മൾ ഓടിയതല്ല വലുത്, വേഗത്തിൽ നമ്മൾ ഓടിയതിനേക്കാൾ വേഗത്തിൽ, മൂർച്ചയോടും വേഗത്തിലും അതിവേഗത്തിലും നാളെ നമ്മൾ ഓടുവാൻ വേണ്ടി പോകുന്നു. ഒരിക്കലും പിന്നോട്ട് തിരിഞ്ഞു നോക്കി നമ്മൾ താടിക്ക് കൈ കൊടുത്ത് ദുഃഖിക്കേണ്ട ഗതികൾ വരികയില്ല. നമ്മൾ പിന്നോട്ട് തിരിഞ്ഞു നോക്കി നല്ല കാലം എല്ലാം പോയല്ലോ എന്ന് വിലാപഗാനം പാടേണ്ടി വരത്തില്ല. നമ്മുടെ നല്ല കാലങ്ങൾക്കായി കർത്താവ് നാളേക്കായി ദൈവം നമ്മെ ഒരുക്കുന്നു. കേട്ടവർ ആമേൻ പറഞ്ഞാണ്. സ്തോത്രം. നാളേക്കായി ദൈവം നമ്മെ ഒരുക്കുമ്പോൾ ഇന്ന് പകൽ നാം കേൾക്കുന്നതായി വിഷയമാണ് ദ ഡിവൈൻ ഹാർവസ്റ്റ്. സ്തോത്രം. ദിവ്യമായ ഒരു കൊയ്ത്ത് കടന്നു വന്നാട്ടെ. ഗലാത്യർക്കൽ ലേഖനം 6-ാം അധ്യായം അതിന്റെ 7-8 വാക്യങ്ങൾ. ഗലാത്യർക്കൽ ലേഖനം 6-ാം അധ്യായം 7-8 വാക്യങ്ങൾ ശബ്ദം ഉയർത്തി ഒരുമിച്ച് നമുക്ക് വായിക്കാം. വഞ്ചിക്കപ്പെടാതിരിപ്പൻ, ദൈവത്തെ പരിഹസിച്ചുകൂടാ. മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശ കൊയ്യും. ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിന്ന് നിത്യ ജീവനെ കൊയ്യും. 7-ാം വാക്യം അവസാന ഭാഗം ഒരിക്കൽ കൂടെ വായിക്കട്ടെ. മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. ശബ്ദം ഉയർത്തി പറഞ്ഞാണ്ട് മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. ഒരിക്കൽ കൂടെ, മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. വിശ്വാസ കർത്താവേ, ഇത് അങ്ങയുടെ നേരം, ഇത് അങ്ങയുടെ സമയം, ഇത് അങ്ങയുടെ സ്ഥാനം. അങ്ങ് തന്നെ ഞങ്ങളുടെ മധ്യത്തിൽ ചലിച്ചാണ്. അങ്ങയുടെ വലിയ നാമത്തെ മാത്രം മഹത്വപ്പെടുത്തും, ആശീർവദിക്കും. യേശുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. കേട്ടവർ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാണ്. ദൈവസന്നിധിയിൽ ഇരുന്നാണ്. തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്ന പിക്ചർ, ദൈവത്തെ കുറിച്ചുള്ള പിക്ചർ വ്യത്യസ്തമാണ്. ചില സന്ദർഭങ്ങളിൽ ദൈവം വിടുവിക്കുന്നവനാണ്, ചില സമയത്ത് ദൈവം അനുഗ്രഹിക്കുന്നവനാണ്, ചില സമയത്ത് ദൈവം സൗഖ്യമാക്കുന്നവനാണ്, ചില സമയത്ത് ദൈവം വിശാലമാക്കുന്നവനാണ്, പല സന്ദർഭങ്ങളിൽ ദൈവം തകർന്നതിനെ പണിയുന്നവനാണ്. സോ ദൈവം ഹീസ് ജാക്ക് ഓഫ് ഓൾ ട്രേഡ്സ് എന്ന് പറയത്തക്ക വിധത്തിൽ ദൈവത്തിന് അറിയാത്ത കാര്യങ്ങൾ ഒന്നുമില്ല, ദൈവത്തിന് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ ഒന്നുമില്ല. അതുകൊണ്ടാണ് നമ്മൾ അവനെ ദൈവമേ എന്ന് വിളിക്കുന്നത്. ഞാൻ ഒരിക്കൽ കൂടെ പറയുന്നു, ദൈവത്തിന് അറിയാത്ത കാര്യങ്ങൾ ഒന്നുമില്ല, ദൈവത്തിന് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ ഒന്നുമില്ല. ദൈവം സർവജ്ഞാനിയാണ്, എല്ലാം ദൈവത്തിന് ചെയ്യുവാൻ തക്കവണ്ണം കഴിയും. അതുകൊണ്ടാണ് ദൈവം ആയിരിക്കുന്നത്.
ഏതെങ്കിലും ഒരു വിഷയത്തെ നോക്കുമ്പോൾ അയ്യോ എനിക്കത് അത്ര പരിചയമില്ലല്ലോ എന്നൊന്നും ദൈവം പറയത്തില്ല. ദൈവത്തിന് പരിചയമില്ലാത്തതായ ഒരു കാര്യവും ഇല്ല. ദൈവത്തിന് എല്ലാം നന്നായി അറിയാം. ദൈവം സ്തോത്രം ഏതെങ്കിലും കാര്യം കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞാൽ അത് കള്ളം പറയുകയാണ്. അമേരിക്ക മനുഷ്യൻ കണ്ടുപിടിച്ചു, ന്യൂക്ലിയർ എനർജി മനുഷ്യൻ കണ്ടുപിടിച്ചു, സ്തോത്രം പല കണ്ടുപിടുത്തങ്ങൾ മനുഷ്യനുണ്ടാവും. എന്നാൽ ദൈവത്തിന് കണ്ടുപിടിക്കേണ്ട കാര്യങ്ങളില്ല. കാരണം ദൈവം സകലത്തിനെ ഉണ്ടാക്കിയവനാണ്, സകലത്തിന് ദൈവം ഉളവാക്കിയവനാണ്, ദൈവം സകലത്തിന്റെ സൃഷ്ടികർത്താവാണ്. അതുകൊണ്ട് ദൈവത്തെ ഒരിക്കലും ഒരു കാര്യത്തിൽ പോലും നമുക്ക് മാറ്റി നിർത്തുവാൻ കഴിയത്തില്ല. ഈ വായിച്ച ടെക്സ്റ്റ് നമ്മൾ നോക്കുമ്പോൾ, ഈ വായിച്ച വേദഭാഗത്ത് ഒരു കൃഷിക്കാരന്റെ ശബ്ദമാണ് നമുക്ക് ഓർമ്മ വരുന്നത്. മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. നെല്ല് വിതച്ചാൽ ഗോതമ്പ് കൊയ്യത്തില്ല. സ്തോത്രം. അതേ ബാർലി വിതച്ചാൽ ഒരിക്കലും മറ്റേതെങ്കിലും ധാന്യം കൊയ്യത്തില്ല. എന്ത് വിതയ്ക്കുന്നു അത് തന്നെ കൊയ്യും. അർത്ഥം ദൈവം നല്ലൊരു കൃഷിക്കാരൻ ആണ്. ഏത് പുസ്തകത്തിൽ നിങ്ങൾക്ക് കാണുവാൻ കഴിയും? സൃഷ്ടിയുടെ ആരംഭത്തിൽ തന്നെ കർത്താവ് സ്തോത്രം ഓരോ വൃക്ഷവും അതത് തരത്തിലുള്ളതായ ഫലത്തെ ഉളവാക്കണമെന്ന് ദൈവം പറഞ്ഞപ്പോൾ ദൈവത്തിന്റെ കൃഷിയിലുള്ള താല്പര്യം അല്ലെങ്കിൽ നൈപുണ്യം നിങ്ങൾക്ക് കാണുവാൻ കൊണ്ട് കഴിയും. സ്തോത്രം. അതെ, ദൈവം ഒരു കൃഷിക്കാരനെ പോലെ വിളിച്ചു പറഞ്ഞു, സൃഷ്ടിയുടെ ആരംഭത്തിൽ ഓരോ വൃക്ഷവും അതത് തരത്തിലുള്ള ഫലത്തെ ഉളവാകട്ടെ. വീണ്ടും സ്തോത്രം കാലങ്ങൾ മുന്നോട്ട് കഴിഞ്ഞപ്പോൾ യെശയ്യാ പ്രവചനം 5 കർത്താവ് പറഞ്ഞു, എന്റെ പ്രിയന് സ്തോത്രം ഫലവത്തായ ഒരു തോട്ടം, മുന്തിരി തോട്ടം കുന്നിൻ മുകളിൽ ഉണ്ടായിരുന്നു. അവിടെയും ദൈവത്തിന്റെ കൃഷിയുടെ സ്പർശനം നിങ്ങൾക്ക് കാണുവാൻ കഴിയും. സ്തോത്രം. ദൈവസഭയെ കുറിച്ച് 7 ഉപമകൾ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. ദൈവസഭ സൈന്യമാണ്, ദൈവസഭ മുദ്രയുടെ കിണറാണ്, ദൈവസഭ ക്രിസ്തുവിന്റെ ശരീരമാണ്, അത് കെട്ടിടമാണ്, അത് ഭവനമാണ് എന്നിങ്ങനെ ദൈവത്തിന്റെ സഭയെ കുറിച്ച് 7 ഉപമകളുണ്ട്. അതിൽ ഒരു ഉപമ ഉത്തമഗീതം 4:12 ദൈവസഭ കെട്ടി അടച്ച തോട്ടമാണ്. ദൈവസഭ കർത്താവിന്റെ കൃപയാൽ കെട്ടിയടഞ്ഞ തോട്ടമാണ്. അടുത്തിരിക്കുന്നവരെ തൊട്ട് പറഞ്ഞാട്ടെ, ദൈവത്തിന്റെ തോട്ടത്തിൽ നമ്മൾ ഇരിക്കുന്നത്. മൂത്തൂക്കി പറ, ദൈവത്തിന്റെ തോട്ടത്തിലാണ് നാം ആയിരിക്കുന്നത്. സ്തോത്രം. ദൈവത്തിന്റെ തോട്ടത്തിൽ, നനഞ്ഞ തോട്ടത്തിൽ ദൈവം നമ്മെ ഇരുത്തിയിരിക്കുന്നു. നനയ്ക്കുന്നവനും ഏതുമില്ല. സ്തോത്രം. നട്ടവൻ ഏതുമില്ല, നനയ്ക്കുന്നവൻ ഏതുമില്ല. വളരെ മാറാക്കുന്ന ദൈവമത്രേ കാരണഭൂതൻ. ദൈവം നമ്മെ കൊണ്ടുവന്ന് നട്ടു. ഒരു പ്രവാചകന് നിന്നെ കൊണ്ടുവന്നില്ല, ഒരു പാസ്റ്റർ നിന്നെ കൊണ്ടുവന്നില്ല, ഒരു മനുഷ്യൻ നിന്നെ കൊണ്ടുവന്ന് നട്ടില്ല. പക്ഷേ തക്ക സമയത്ത് ഫലം കായ്പാൻ, തലമുറയായി ഫലം കായ്പാൻ കർത്താവിന്റെ കൃപയാൽ ദൈവം നിന്നെ നടുകയുണ്ടായി. സഹോദരി സഹോദരന്മാരെ, ഒരു കൃഷിക്കാരൻ എന്നുള്ള കോണ്ടസ്റ്റിൽ ദൈവം നമ്മെ നടുമ്പോൾ കർത്താവിന്റെ ആഗ്രഹമാണ് മാക്സിമം ദൈവത്തിന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി നമ്മൾ ഫലം കായ്ക്കണം. എത്ര ഹല്ലേലൂയ അതിന് പറയുക. മാക്സിമം ദൈവത്തിന് വേണ്ടി ഫലം കായ്പാൻ ദൈവത്തിന്റെ തോട്ടത്തിൽ ദൈവം നിന്നെ നട്ടിരിക്കുന്നു. ഏതോ ചില കാലത്ത് ചില അവസരങ്ങൾ മാത്രമല്ല, മാക്സിമം ദൈവത്തിന് വേണ്ടി ഫലം കായ്പാൻ തമ്പുരാൻ സ്തോത്രം ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ തോട്ടത്തിൽ നമ്മെ നട്ടിരിക്കുന്നു. കൃഷിയെ ദൈവത്തിന് അറിയാം. വിതയ്ക്കുന്നത് എങ്ങനെയാണ്, വളരുന്നത് എങ്ങനെയാണ്, പൂക്കുന്നത് എങ്ങനെയാണ്, കായ്ക്കുന്നത് എങ്ങനെയാണ്, ഫലശേഖരണം എപ്പോഴാണ്, കൊയ്ത്ത്. സോ ഗോഡ് നോസ് എവരിതിങ്. ദൈവത്തിന് ഒന്നും അറിയാത്തതേ ഇല്ല. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. സ്തോത്രം. ദൈവജനത്തിന് മാത്രം ഉള്ളതായ ഒരു കാര്യമല്ല മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യുമെന്നുള്ളതായ തത്വം. ദൈവം ഇല്ലാത്തവരുടെ ജീവിതത്തിൽ പോലും ലോകത്തിൽ എമ്പാടും എല്ലാ കാലത്തും എല്ലാ ചരിത്രത്തിലും വെളിപ്പെടുന്ന ഒരു കാര്യമാണ്, what you sow that which is going to reap. എന്താണോ നിങ്ങൾ വിതയ്ക്കുന്നത് അതാണ് ദൈവകൃപയാൽ നിങ്ങൾ കൊയ്യുവാൻ വേണ്ടി പോകുന്നത്. തിന്മയ്ക്കായി വിതച്ചെങ്കിൽ തിന്മയ്ക്കായി കൊയ്യും, നന്മയ്ക്കായി വിതച്ചെങ്കിൽ നന്മയ്ക്കായി കൊയ്യും. ശാസിച്ചാലും ഭർസിച്ചാലും സ്തോത്രം ഉപവസിച്ചാലും ഒന്നും പോകത്തില്ല ദൈവമക്കളെ. തിന്മയ്ക്കായി വിതച്ചത് തിന്മയ്ക്കായി തന്നെ കൊയ്യും. അതുകൊണ്ട് വിതയ്ക്കുന്നത് വളരെ സൂക്ഷിച്ച് ആയിരിക്കണം. രണ്ടുപേരെ തൊട്ട് മുഖത്തോക്കി പറയണം, സൂക്ഷിച്ച് വിതയ്ക്കണം. പെട്ടെന്ന് പറഞ്ഞാണ്ട്, സൂക്ഷിച്ച് വിതയ്ക്കണം, സൂക്ഷിച്ച് വിതയ്ക്കണം, സൂക്ഷിച്ച് വിതയ്ക്കണം. സ്തോത്രം. രാത്രി ദ ബെസ്റ്റ് ഫാമർ, ലോകം കണ്ട ഏറ്റവും നല്ല കൃഷിക്കാരനായ ദൈവത്തിന്റെ ആത്മാവ് ചലിക്കുന്നതായ ഈ പന്തലിൻ കീഴിൽ ഞാൻ പറയട്ടെ, ദൈവം അവൻ നല്ലൊരു കൃഷിക്കാരനാണ്, അല്ലെങ്കിൽ ദൈവം മറ്റൊരു തോട്ടക്കാരനാണ്. ഏത് പുസ്തകം? തോട്ടത്തിന്റെ ഒരു പുസ്തകം എന്ന് വേണമെങ്കിൽ പറയാം. ഒരു തോട്ടം കൊണ്ട് ആരംഭിച്ചു, മറ്റൊരു തോട്ടം കൊണ്ട് അവസാനിക്കുന്നു. പക്ഷെ ഇടയ്ക്ക് 2 തോട്ടം സ്തോത്രം ഉള്ളതിനായി സ്തോത്രം. ഒരു തോട്ടം കൊണ്ട് ആരംഭിച്ചു, അവസാനം വേറൊരു തോട്ടം കൊണ്ട് അവസാനിച്ചു. എന്നാൽ ആദ്യത്തെ തോട്ടത്തിൽ തകരാറുണ്ടായി. ആദ്യത്തെ തോട്ടത്തിൽ തകരാറുണ്ടായെങ്കിൽ ആ തകരാറ് തീർക്കുവാൻ ഇടയ്ക്ക്
നിനക്കുള്ള 2 തോട്ടം മതിയായതായിരുന്നു. ഓ കമാൺ, പുസ്തകം വായിച്ചാലല്ലേ ഇതിന് സ്തോത്രം പറയാൻ പറ്റത്തുള്ളൂ. എവിടെയാ തോട്ടം? സ്തോത്രം. ആദ്യത്തെ തോട്ടം, 4 തോട്ടങ്ങൾ പെട്ടെന്ന് പറയട്ടെ. ആദ്യത്തെ തോട്ടം ഏദെൻ തോട്ടം. ഏദെൻ തോട്ടത്തിൽ സ്തോത്രം മനുഷ്യൻ പരാജയപ്പെട്ടു. ഏദെൻ തോട്ടത്തിൽ ദൈവമായ കർത്താവ് കയ്യും കാലും ബുദ്ധിയും കെട്ടി സ്തോത്രം ഏതോ ഒരു റോബോട്ട് കണക്കായിട്ടല്ല ദൈവം മനുഷ്യനെ അവിടെ ആക്കിയിരുന്നത്. ഫ്രീ വില്ലിൽ ദൈവം മനുഷ്യനെ അവിടെ സൃഷ്ടിച്ചാക്കിയിരുന്നു. ജീവന്റെ വൃക്ഷത്തിന്റെ ഫലവും നന്മ തിന്മകളെ കുറിച്ച് ഉള്ളതായ അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലവും ദൈവം കൊടുത്തിരുന്നു. ദൈവം പറഞ്ഞു, നിനക്ക് ഇഷ്ടമുള്ളത് നിനക്ക് ഭക്ഷിക്കാം. സ്തോത്രം. മനുഷ്യൻ തിന്നാൻ പാടില്ലാത്ത വൃക്ഷത്തിന്റെ ഫലത്തെ പറിച്ച് തിന്നു, അവൻ പാപം ചെയ്തു. സ്തോത്രം. സംഭവിച്ചത് തിരുവചനം പറയുന്നു, അത് 1ാമത്തെ തോട്ടത്തിൽ മനുഷ്യൻ പരാജയപ്പെട്ടു. എന്നാൽ 1ാമത്തെ തോട്ടത്തിൽ മനുഷ്യൻ പരാജയപ്പെട്ടപ്പോൾ സ്തോത്രം ആ പരാജയത്തെ നീക്കുവാൻ യേശു ഈ ലോകത്തിലേക്ക് കടന്നു വന്നു. ആ പാപത്തിന്റെ തിന്മയുടെ ഫലം, ആ പാപത്തിന്റെ തിന്മയുടെ ഫലം ഏതെങ്കിലും തോട്ടത്തിൽ യേശു കർത്താവ് അനുഭവിച്ചു. രക്തം വിയർപ്പാക്കി, വിയർപ്പിനെ രക്തമാക്കി, വിയർപ്പിനെ രക്തമാക്കി കർത്താവ് യേശു മാനസികമായി വ്യഥയിലൂടെ കടന്നുപോയി. 2ാമത്തെ തോട്ടം നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നത് ഗതശമന തോട്ടം. അത്രേ ഗതശമന തോട്ടം. ഗോൽഗോഥ എന്ന 3ാമത്തെ തോട്ടത്തിലേക്ക് നോക്കുമ്പോഴും അരിമത്തിലെ യോസഫിന്റെ കല്ലറ അതിന് അരികിലായിരുന്നല്ലോ, ഗോൽഗോഥയിലായിരുന്നല്ലോ. അരിമത്തിലെ യോസഫിന്റെ കല്ലറ ഒരു തോട്ടത്തിലായിരുന്നു. 1ാമത്തെ തോട്ടം പരാജയത്തിന്റെ തോട്ടമെങ്കിൽ 2ാമത്തെ തോട്ടം പരിണത ഫലത്തിന്റെ തോട്ടമായിരുന്നെങ്കിൽ 3ാമത്തെ തോട്ടം ജയത്തിന്റെ തോട്ടമായിരുന്നു. ആരുമിണ്ടുന്നില്ല. 3ാമത്തെ തോട്ടം ജയത്തിന്റെ തോട്ടമായിരുന്നു. 1ാമത്തെ തോട്ടം പരാജയത്തിന്റെ തോട്ടം, 2ാമത്തെ തോട്ടം കോൺസിക്വൻസ് പരിണത ഫലത്തിന്റെ തോട്ടമായിരുന്നെങ്കിൽ 3ാമത്തെ തോട്ടം സ്തോത്രം അതെ ജയത്തിന്റെ തോട്ടമാണ്. കാരണം തിരുവചന പ്രകാരം യേശു കർത്താവ് മരിച്ചു, തിരുവചന പ്രകാരം കർത്താവ് സ്തോത്രം അടക്കപ്പെട്ടു, തിരുവചന പ്രകാരം അവൻ ഉയർത്തെഴുന്നേറ്റു. സ്തോത്രം. 3ാമത്തെ തോട്ടത്തിൽ കർത്താവ് യേശു ക്രിസ്തു ക്രൂശിന്മേൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു. നിങ്ങൾ സ്തോത്രം പറഞ്ഞാലും ശരി ഇല്ലെങ്കിലും ശരി, നിങ്ങളുടെ ക്രൂശ് ഒരിക്കലും തിന്മയ്ക്കല്ല. ആരെയും ഇന്ന് പകർക്കാതെ ഏതെങ്കിലും ക്രൂശിൽ കിടന്ന് പിഴയുന്നുവെങ്കിൽ അത് ജയിപ്പിക്കാനാണ്, ജീവിതത്തിൽ നിന്ന് ജയിപ്പിക്കാനാണ് ആ ക്രൂശ് നിന്റെ ജീവിതത്തിലേക്ക് കർത്താവ് നൽകിയത്. വിശ്വസിക്കുന്നവർ കരങ്ങളിൽ അടിച്ച് ഇന്ന് പകർക്കാരൻ ദൈവത്തിന് ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാണ്. 3ാമത്തെ തോട്ടം സ്തോത്രം ഗോൽഗോഥയെങ്കിൽ 4ാമത്തെ തോട്ടം വെളിപ്പാട് പുസ്തകം അവസാന അധ്യായങ്ങളിൽ കടന്നു വരുമ്പോൾ വെളിപ്പാട് പുസ്തകം 2ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ ജയിക്കുന്നവനെ കുറിച്ച് തമ്പുരാൻ ഈ പ്രകാരം പറയുന്നു. അവിടെ ജയിക്കുന്നവനെ കുറിച്ച് പറയുന്നു, ജയിക്കുന്നവന് ഞാൻ ജീവവൃക്ഷത്തിന്റെ ഫലം നൽകും എന്ന്. 4ാമത്തെ തോട്ടം വെളിപ്പാട് പുസ്തകം 2:4, വെളിപ്പാട് പുസ്തകം 2:21, ജയിക്കുന്നവന് ഞാൻ ജീവവൃക്ഷത്തിന്റെ ഫലം നൽകും. സ്തോത്രം. അതെ 4ാമത്തെ തോട്ടമായി നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നത് 4ാമത്തെ തോട്ടം സ്തോത്രം അത് ദൈവത്തിന്റെ പറുദീസ, നിത്യതയുടെ പറുദീസയിൽ വെളിപ്പെടുന്നതായ ജീവവൃക്ഷം. അർത്ഥം അവിടെ ഒരു തോട്ടം ഉണ്ടായിരിക്കുമെന്ന്. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, 4 തോട്ടം. ഒരു തോട്ടത്തിൽ മനുഷ്യൻ തോറ്റു, 2ാമത്തെ തോട്ടത്തിൽ യേശു കർത്താവ് പരിണിതഫലം അനുഭവിക്കുന്നു, 3ാമത്തെ തോട്ടത്തെ കർത്താവ് പരിഹാരം വരുത്തി ജയിക്കുന്നു, 4ാമത്തെ തോട്ടത്തിൽ കർത്താവ് മനുഷ്യനെ നിത്യതയിൽ എത്തിക്കുന്നു. 1ാമത്തെ തോട്ടത്തിൽ മനുഷ്യൻ മഹത്വത്തിലായിരുന്നെങ്കിൽ അവസാനത്തെ തോട്ടത്തിൽ പറുദീസയിലെ കർത്താവ് എത്തിക്കുകയാണ്. ഒരു തോട്ടത്തിൽ നിന്ന് മറ്റൊരു തോട്ടത്തിലേക്കുള്ള യാത്രയാണ് ആത്മീയ ജീവിതം. ഒരിക്കലൂടെ ഒരു തോട്ടത്തിൽ നിന്ന് മറ്റൊരു തോട്ടത്തിലേക്കുള്ള യാത്രയാണ് മനുഷ്യ ജീവിതം, ആത്മീയ ജീവിതം. ഒരു തോട്ടത്തിൽ നിങ്ങൾ തോറ്റുവെങ്കിൽ മറ്റൊരു ജയിച്ച തോട്ടത്തിലേക്ക് ദൈവം നിങ്ങളെ മഹത്വത്തിന്റെ തോട്ടത്തിലേക്ക് കർത്താവ് നിങ്ങളെ കൊണ്ടുപോകുവാൻ വേണ്ടി പോകുന്നു. God is a very good farmer. അതേ സമയത്ത് പ്രിയ സഹോദരി സഹോദരന്മാരെ, ഈ ലോക ജീവിതത്തിലായിരിക്കുമ്പോൾ ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. ഇത് വളരെ പ്രധാനപ്പെട്ടതായ ഒരു കാര്യം അറിയട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്നതായ നന്മകളെ സ്തോത്രം ആ വിത്തുകളെ ഒരിക്കലും പാഴാക്കി കളയരുത്. ദൈവം നിങ്ങൾക്ക് തന്നതായ സമയമായിരിക്കാം, ദൈവം നിങ്ങൾക്ക് തന്നതായ സന്ദർഭമായിരിക്കാം, ദൈവം നിങ്ങൾക്ക് തന്നതായ പൊട്ടൻഷ്യൽ ആയിരിക്കാം, ദൈവം നിങ്ങൾക്ക് നൽകിയതായ പണമായിരിക്കാം. ഇതൊന്നും ആവശ്യമില്ലാതെ പാഴാക്കരുത്. പ്രത്യേകിച്ച് ഏപ്രിൽ മാസം വളരെ പ്രധാനപ്പെട്ടതായ ഒരു മാസമാണ്. കൺവെൻഷൻ പ്രാസംഗികന്മാർക്ക് ഏറ്റവും കൂടുതൽ തിരക്കുള്ള മാസമാണ് ഏപ്രിൽ മാസം. ഇന്ത്യൻ സഭയുടെ പ്രത്യേകത എന്ന് പറയുന്നത് 2 മാസങ്ങളാണ് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ളതാണ് മാസം. ഒന്ന് ഫെബ്രുവരി, മറ്റൊന്ന് ഈ ഏപ്രിൽ മാസം. എന്നാൽ ഈ ഏപ്രിൽ മാസം എന്ന് പറയുന്നത് നമുക്ക് ഫാസ്റ്റിംഗ് ആൻഡ് പ്രേയർ, ഉപവാസത്തിന്റെയും പ്രാർത്ഥനയുടെയും ദൈവത്തിന്റെ കയ്യെ തേടുന്നതല്ല, പകരം കർത്താവിന്റെ മുഖത്തെ തേടുന്നതായ സ്തോത്രം നല്ല ദിവസങ്ങളാണ്. കേട്ടവർ ആമേൻ പറഞ്ഞത്.
നമ്മൾ മുഖത്തെയാണ് തേടുന്നത്. കേട്ടവർ ഒരിക്കൽ കൂടെ ആമേൻ പറഞ്ഞാട്. സ്തോത്രം. അതെ, മുഖത്തെ തേടുന്നതായ മാസങ്ങളാണ്. എന്തുകൊണ്ടാണ് ഏപ്രിൽ മാസത്തിൽ നമ്മൾ ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നത്? സെക്കൻഡ് ജനറേഷൻ ഓർത്താണ്. സ്തോത്രം. മാർച്ച് ആകുമ്പോഴേക്കും എക്സാം സീസൺ ആണ്. മെയ് ആകുമ്പോഴേക്കും പുതിയ സ്കൂൾ വർഷവും കോളേജസും ഒക്കെ ആരംഭിക്കുകയാണ്. സ്വല്പമെങ്കിലും ബ്രേക്ക് കിട്ടുന്നത്, കുട്ടികൾ വരുവാൻ ചാൻസ് ഉള്ളത്, സ്തോത്രം, അതെ, അവർക്ക് ഫ്രീ ആകുന്നത് ഈ ഏപ്രിൽ മാസമാണ്. സ്തോത്രം. പക്ഷേ പലപ്പോഴും പലരും ഈ യോഗത്തിന് വരാതിരിക്കുന്നത് കാണുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട്, സ്തോത്രം, വിത്ത് വേസ്റ്റായി പോകുന്നുണ്ടോ എന്ന്. ദൈവം നമുക്ക് തന്നിട്ടുള്ള സമയം വേസ്റ്റ് ആകുന്നു എന്ന്. ദൈവം നിങ്ങൾക്ക് തന്നിട്ടുള്ള ടൈം, ദൈവം നിങ്ങൾക്ക് തന്നിട്ടുള്ള അഭിഷേകം, ദൈവം നിങ്ങൾക്ക് തന്നിട്ടുള്ള പണം ഒരിക്കലും വേസ്റ്റ് ആക്കരുത്. നാട്ടിൽ ഇങ്ങനെ ഒരു ചരിത്രം, ഇങ്ങനെ പറയുന്നതായ ഒരു പ്രോവർബ് ഉണ്ട്. നാട്ടിൽ ഇങ്ങനെ ഒരു പറച്ചിലുണ്ട്, ആറ്റിൽ കളഞ്ഞാലും അളന്ന് വേണം കളയുന്നത്. സ്തോത്രം. അതെ, ചിലർക്ക് ആറില്ല, നല്ല ചൂടാ, എല്ലാം വറ്റിപ്പോയ കർത്താവേ എന്നാ പറയുന്നത്. ആറ്റിൽ കളഞ്ഞാലും അളന്ന് കളയണമെന്ന് അർത്ഥം. ദൈവം നിങ്ങൾക്ക് തരുന്നത് ഒരിക്കലും, സ്തോത്രം, വേസ്റ്റ് ആക്കി കളയരുത്. തിരുവചനം പറയുന്നു 4 തരത്തിലുള്ള സോയിലാണ്, അല്ലെങ്കിൽ 4 തരത്തിലുള്ളതായ മണ്ണുകളാണ്, സ്തോത്രം, ഈ ലോക ജീവിതത്തിലുള്ളത്. അല്ലെങ്കിൽ 4 തരത്തിലുള്ള വ്യക്തിത്വങ്ങളിലൂടെയാണ്, സ്തോത്രം, നിങ്ങൾ കടന്നു പോകുന്നത്. അതെ, നിങ്ങളുടെ കയ്യിൽ ദൈവം നിങ്ങളുടെ പണം, നിങ്ങളുടെ സാഹചര്യം, നിങ്ങളുടെ ചുറ്റുപാട്, നിങ്ങളുടെ പൊട്ടൻഷ്യൽ, നിങ്ങളുടെ അഭിഷേകം ഒക്കെ ദൈവം നിങ്ങൾക്ക് സമൃദ്ധിയായി നൽകിയിരിക്കുമ്പോൾ 4 തരത്തിലുള്ള മണ്ണുകളിലാണ് അത് വീഴുവാൻ ചാൻസ് ഉള്ളത്. ലൂക്കോസ് വിശേഷം 8-ാം അധ്യായത്തിലേക്ക് വന്നാട്ടെ. ലൂക്കോസ് വിശേഷം 8-ാം അധ്യായം 4 മുതൽ താഴേക്ക് വായിച്ചു വരുമ്പോൾ, ലൂക്കോസ് വിശേഷം 8-ാം അധ്യായം അതിന്റെ 4 മുതൽ താഴേക്ക് വായിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് അത് കാണുവാൻ കഴിയും. ലൂക്കോസ് 8:4. പിന്നെ വലിയൊരു പുരുഷാരവും ഓരോ പട്ടണത്തിൽ നിന്ന് അവന്റെ അടുക്കൽ വന്നവരും ഒരുമിച്ച് കൂടിയപ്പോൾ അവൻ ഉപമയായി പറഞ്ഞത്. കേൾക്കണമേ, ആ വാക്യം നോക്ക്. 2 കൂട്ടർ അവിടെയുണ്ട്. ഒന്ന്, വലിയൊരു പുരുഷാരം, ലോക്കൽ ഏരിയയിൽ നിന്ന് വന്നുകൂടിയതായ വലിയ പുരുഷാരം, ഒരു ഗ്രേറ്റ് ക്രൗഡ് യേശുവിന്റെ മുൻപിലുണ്ട്. എക്കാലത്ത് ഏറ്റവും വലിയ ക്രൗഡ് പുള്ളർ മൈക്കൽ ജാക്സൺ അല്ല, മറ്റേതെങ്കിലും ഹോളിവുഡ് സ്റ്റാർ അല്ല. കേൾക്കണം, ലോകം കണ്ട ഏറ്റവും വലിയ, സ്തോത്രം, ക്രൗഡ് പുള്ളർ കർത്താവ് യേശുവാണ്. യേശു എവിടെയാണ് ഉള്ളത്? അവിടെ ജനക്കൂട്ടമുണ്ട് എന്ന് വിശ്വസിക്കുന്നവർ കരങ്ങളെ ഉയർത്തി ശക്തിയോടെ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. സ്തോത്രം. മാത്രമല്ല, the people, those who came from the far distance, from different cities, സ്തോത്രം, അതെ, ഓരോ പട്ടണത്തിൽ നിന്നും വലിയ പുരുഷാരവും ഓരോ പട്ടണത്തിൽ നിന്നും അവന്റെ അടുക്കൽ വന്നവരും ഒരുമിച്ച് കൂടിയപ്പോൾ അവൻ ഉപമയായി പറഞ്ഞത്. 2 തരത്തിലുള്ള വലിയൊരു കൂട്ടം ജനം യേശുവിന് മുൻപിലുണ്ട്. ഒന്ന് ചുറ്റുപാട് നിന്ന് വന്നവർ, മറ്റൊന്ന് മറ്റ് പട്ടണത്തിൽ നിന്ന് വന്നവർ. സോ ഒരു ഗ്രേറ്റ് ക്രൗഡ്, ഒരു വലിയ ജനം യേശുവിന്റെ മുൻപിൽ കൂടി വന്നപ്പോൾ കർത്താവ് യേശു നിശ്ചയമായിട്ടും ഒരു നല്ല മെസ്സേജാണ് അവിടെ കൊടുക്കുന്നത്. കാരണം വലിയ ജനക്കൂട്ടത്തിന് മുൻപിൽ ഒരിക്കലും പ്രാസംഗികന്മാർ ഉഴപ്പത്തില്ലല്ലോ. സ്തോത്രം. ഏറ്റവും നല്ല ദൂതായിരിക്കാമല്ലോ കർത്താവ് പറയുവാൻ വേണ്ടി വായി തുറന്നത്. അത് തന്നെ വേദപുസ്തകം പറയുന്നു. സ്തോത്രം. ഉടനെ ഉപമയായി പറഞ്ഞത്, വിതയ്ക്കുന്നവൻ വിത്ത് വിതപ്പാൻ പുറപ്പെട്ടു. വിതയ്ക്കുമ്പോൾ ചിലത് വഴിയരികെ വീണിട്ട് ചവിട്ടിപ്പൂക്കുകയും ആകാശത്തിലെ പരമജാതി അതിനെ തിന്നുകളയുകയും ചെയ്തു. മറ്റു ചിലത് പാറമേൽ വീണ് മുളച്ച് നനവില്ലാത്തതിനായി ഉണങ്ങിപ്പോയി. സ്തോത്രം. മറ്റു ചിലത് മുള്ളിനടിയിൽ വീണു, മുള്ളും കൂടെ മുളച്ച് അതിനെ ഞെരുക്കിക്കളഞ്ഞു. മറ്റു ചിലത് നല്ല നിലത്ത് വീണ് മുളച്ച് 100 മേനി ഫലം കൊടുത്തു. ഇത് പറഞ്ഞിട്ട് കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് വിളിച്ചു പറഞ്ഞു. 4 തരത്തിലുള്ളതായ മണ്ണിനെ കുറിച്ചാണ് കർത്താവ് ഉപമയിൽ പറഞ്ഞത്. ശബ്ദം ഉയർത്തി എല്ലാവരും പറഞ്ഞാട്ടെ, 4 തരം. ഒരിക്കൽ കൂടെ, ഭൂമിയിലുള്ളതായ കാര്യത്തെ കുറിച്ച് കർത്താവ് പറഞ്ഞപ്പോൾ, ഭൂമിയെ കുറിച്ച് പറഞ്ഞപ്പോൾ 4 തരത്തെ കുറിച്ച് പറഞ്ഞത് എന്നെ സംബന്ധിച്ച് അതിശയിപ്പിച്ചില്ല. കാരണം സംഖ്യകൾക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ വളരെ പ്രാധാന്യം ഉണ്ട്. 1 എന്ന് പറഞ്ഞാൽ ദൈവം ഏകനാണ്. 2 എന്ന് പറഞ്ഞാൽ 2 പേർ ഐകമത്യപ്പെട്ടാൽ പിതാവ് പുത്രന്മേൽ മഹത്വപ്പെടുക കാര്യത്തെ ഞാൻ ചെയ്യും. 2 എന്ന് പറയുന്നത് കൂട്ടായ്മയാണ്. 3 ദൈവിക തൃത്വമാണ്. 4 ഭൂമിയാണ്, അല്ലെങ്കിൽ ദൈവ സൃഷ്ടിയാണ്. 4 എന്ന് പറയുന്നത് ഭൂമിയാണ്, ദൈവ സൃഷ്ടിയാണ്. ഭൂമിയെ കുറിച്ച് കർത്താവ് സ്തോത്രം 4 തരത്തിലുള്ളതായ മണ്ണുകളെ കുറിച്ച് കർത്താവ് പറയുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം തന്നിരിക്കുന്ന ടാലന്റുകൾ, ഞാൻ ആവർത്തിക്കുന്നു, അഭിഷേകം, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പൈസ, നിങ്ങളുടെ ജീവിതത്തിന്റെ കാര്യാദികൾ ഒരിക്കലും തിന്മയായി വേസ്റ്റ് ചെയ്യരുത്. സ്തോത്രം. നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്നത് എന്താണെങ്കിലും, പണം ഉൾപ്പെടെ എന്താണെങ്കിലും, അഭിഷേകം പ്രത്യേകിച്ച് എന്താണെങ്കിലും, ഒന്നും നിങ്ങളുടേതല്ല, സകലതും ദൈവത്തിൻ്റെതാണ്.
തിന്മയായി വിതച്ചു കളഞ്ഞാൽ സ്തോത്രം നിശ്ചയമായി നിങ്ങൾക്ക് അവിടെ നഷ്ടമായിരിക്കും സംഭവിക്കുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് സ്തോത്രം ഗൾഫ് നാടിൽ ഒരിക്കൽ ശുശ്രൂഷയ്ക്കായി കടന്നു പോകുമ്പോൾ ഒരു കുടുംബം പ്രാർത്ഥിപ്പാൻ വേണ്ടി കടന്നു വന്നു. വളരെ അവരെ ആൾമോസ്റ്റ് 23 വർഷമായി എനിക്കറിയാം. അവർ വന്നിട്ട് ഇങ്ങനെയാണ് പറഞ്ഞത്, ഞങ്ങളുടെ ബിസിനസ്സിൽ ഒരു ശക്തമായ ഇടിവ് ഉണ്ടായിരിക്കുന്നു, ഞങ്ങളുടെ ബിസിനസ്സിൽ ശക്തമായ ഒരു ഇടിവ് ഉണ്ടായിരിക്കുന്നു. അവർക്ക് വേണ്ടി വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് ഇങ്ങനെ ആയിരിക്കുമ്പോൾ എപ്പോഴാണ് ഇത് സംഭവിച്ചത് എന്ന് ചോദിക്കുമ്പോൾ അവരിങ്ങനെ പറഞ്ഞു, ഒരു ദൈവത്തിന്റെ ദാസന് ദൈവം പറയാതെ ഒരു ഹ്യൂജായ എമൗണ്ട് കൊടുത്തു. അവിടെ ചർച്ച അല്ല, അവിടെ പാസ്റ്റർ അല്ല, മറ്റൊരു സ്ട്രേഞ്ചറായ ദൈവദാസന് ദൈവം പറയാതെ ഒരു ഹ്യൂജ് എമൗണ്ട് 50,000 ദിർഹാം എന്ന് പറഞ്ഞാൽ എത്രയായി? 50,000 ദിർഹാം എന്ന് പറയുമ്പോൾ 50,000 ദിർഹാം സ്തോത്രം ഒരു പക്ഷേ ഒരു 7 ലക്ഷം രൂപ ഐ തിങ്ക് സ്തോത്രം. അത് അത്ര വലിയൊരു എമൗണ്ട് ഒരു ദൈവദാസന് ദൈവം പറയാതെ കൊടുത്തു. അത്ര വലിയ എമൗണ്ട് ദൈവം പറയാതെ അദ്ദേഹത്തിന് കൊടുക്കുകയുണ്ടായി. അവർ പറയുന്നു, ഞങ്ങൾക്ക് വലിയൊരു ബിസിനസ്സും കാര്യാദികളും ഉണ്ടായിരുന്നു, പക്ഷേ ദൈവം പറയാതെ ആ ദൈവദാസന് കൊടുത്തതോടെ ഞങ്ങൾക്ക് ഇടിവ് സംഭവിച്ചു. ഞാൻ നിങ്ങളെ നോക്കി പറയട്ടെ, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഓരോ കാര്യം നിങ്ങളുടേതല്ല, നിന്റെ അപ്പൻ തന്നതല്ല, നിന്റെ അമ്മായിയപ്പൻ തന്നതല്ല. നിന്റെ കയ്യിലിരിക്കുന്ന ഓരോ കാര്യം ദൈവം തന്നതാണ്. ഹല്ലേലൂയ. ദൈവം തരുന്നത് ഗ്ലോറി, ദൈവം തരുന്നത് അശുദ്ധമല്ല, ദൈവം തരുന്നത് വിശുദ്ധമാണ്. കാരണം ദൈവം വിശുദ്ധനാണ്. സംശയമില്ലാത്തവർ കരങ്ങളെ ചലിപ്പിച്ച് ഹല്ലേലൂയ പറഞ്ഞാണ്. ദൈവം തരുന്നത് അശുദ്ധമല്ല ദൈവമക്കളെ, ദൈവം തരുന്നത് വിശുദ്ധമാണ്. കർത്താവ് പറയുന്നു, വിശുദ്ധമായത് നായ്ക്കളെ മുൻപിൽ വിട്ടുകളയരുത്, വിശുദ്ധമായത് പന്നികൾക്ക് കൊടുക്കരുത്. അർത്ഥം വിശുദ്ധമായത് നിങ്ങൾ വേസ്റ്റ് ചെയ്യരുത്. നിന്റെ ടാലൻസ്, നിന്റെ അഭിഷേകം, നിന്റെ പണം ദൈവം ഇല്ലാത്തത് കൊടുക്കരുത്. സോ ദൈവം ഇല്ലാത്തതാണെങ്കിൽ അവിടെ ഒരിക്കലും കൊയ്ത്തില്ല. ഇൻ കേസ് ദൈവം ഇല്ലാത്തതിൽ നിനക്കൊരു കൊയ്ത്തില്ല. എന്നാൽ നാളെ യേശുവിന്റെ നാമത്തിൽ ഇത് കൊയ്ത്തില്ലാത്ത ജനമല്ല. ഇന്ന് പകൽക്കാലം ശബ്ദം കുറച്ചു വെച്ച് ഈ പന്തലിൽ സംസാരിക്കാൻ കഴിയത്തോടെങ്കിലും എന്റെ ശബ്ദം ഉയർത്തി ദൈവകൃപയാൽ ഞാൻ വിളിച്ചു പറയട്ടെ, നാളേക്കുള്ള കൊയ്ത്തിന്റെ ജനമാണ് ഈ പ്രിയപ്പെട്ടവർ. വ്യക്തിയായി, കുടുംബമായി അടുത്ത നാളുകൾ വലിയൊരു കൊയ്ത്തിന് വേണ്ടി ഇന്നേ ദൈവം ഒരുക്കുന്നതായ ജനമാണ് ഇവർ. കരങ്ങൾ വഹിച്ച് ശക്തിയോടെ ദൈവത്തിന് നന്ദി പറഞ്ഞാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ സ്തോത്രം. തമിഴ്നാടുകാർ പറയുന്നതായ ഒരു സ്ലോഗൻ ഉണ്ട്, അത് സിനിമയായെന്നാണ് തോന്നുന്നത്. നാളെ നമതേ. സ്തോത്രം. നാളെ നമതേ എന്ന് യഥാർത്ഥത്തിൽ സഭയാണ് പറയേണ്ടത്. സഭ പറയാത്തത് കൊണ്ടാണ് ദൈവമില്ലാത്തവർ പറയുന്നത്. അടുത്തിരിക്കുന്നവർക്ക് ഹൈഫൈ കൊടുത്ത് പറയാം, നാളെ നമ്മുടേതാണ്. പറഞ്ഞോട്ടെ, നാളെ നമ്മുടേതാണ്, നാളെ നമ്മുടേതാണ്, നാളെ നിന്റേതാണ്. ഒരുങ്ങിക്കോ, നാളെ ഒരുങ്ങിക്കോ, നാളെ നിന്റേതാണ്. പക്ഷേ നാളെ നിന്റേതായി തീരണമെങ്കിൽ ഇന്ന് നീ തിരഞ്ഞെടുക്കുന്ന മണ്ണിനെ കുറിച്ച് വളരെ ബോധ്യം നിനക്കുണ്ടായിരിക്കണം. ഇന്ന് തിരഞ്ഞെടുക്കുന്ന മണ്ണ് ഏതാണോ, ഇന്നത്തെ ചോയ്സ് ഏതാണോ, അതാണ് നാളെ നിന്റെ ചരിത്രമായി തീരുന്നത്. ശ്രദ്ധിക്ക, കണ്ണും ചെവിയും ഹൃദയം തുറന്നിങ്ങൾക്ക് today's choice, tomorrow destiny, that will turn out as history. ഇന്നത്തെ ചോയ്സ് നാളത്തെ ഹിസ്റ്ററി, നാളത്തെ ഡെസ്റ്റിനിയാണ്. ഇന്നത്തെ തിരഞ്ഞെടുപ്പ് നാളത്തെ ഡെസ്റ്റിനിയാണ്, നാളത്തെ ലക്ഷ്യമാണ്. And after that it will turn out as a history. ഇന്നത്തേതിൽ അത് ചരിത്രമായി തീരും. ഉദാഹരണമായി ഞാൻ പറയട്ടെ, 4000 വർഷങ്ങൾക്ക് മുമ്പ് ഇതാ മോശ, സ്തോത്രം, അതേ മോശ ചോയ്സിന്റെ മധ്യത്തിലായിരിക്കുന്നു. മോശയ്ക്ക് 2 ചോയ്സ് ഉണ്ട്. വേണമെങ്കിൽ അവന് ഫറവോന്റെ പുത്രിയുടെ മകനായി കൊട്ടാരത്തിൽ തുടരാം. വേണമെങ്കിൽ അവന് കൊട്ടാരത്തിൽ തുടർന്നാൽ അവന് അക്കാലത്തെ ലോകത്തിൽ ഏറ്റവും വലിയ പദവിയായ ഫറവോനായി മോശയ്ക്ക് തീരാം. എന്നാൽ സ്തോത്രം, രണ്ടാമത്തെ ചോയ്സ് അവൻ തിരഞ്ഞെടുത്തു. രണ്ടാമത്തെ ചോയ്സ് എന്ന് പറയുന്നത് to become the servant of God. എബ്രായ ലേഖനകർത്താവ് ഈ പ്രകാരം പറയുന്നു, പ്രതിഫലം നോക്കാത്തത് കൊണ്ടല്ല, പ്രതിഫലം നോക്കിയത് കൊണ്ട്. എടുത്ത് ചാടിയത് കൊണ്ടല്ല, അബദ്ധം പറ്റിയത് കൊണ്ടല്ല, പ്രതിഫലം നോക്കിയത് കൊണ്ട്. അന്നത്തെ ലാഭമല്ല നോക്കിയത്, യേശാവ് നോക്കിയതുപോലെ അപ്പോഴത്തെ വിശപ്പല്ലവൻ നോക്കിയത്, അവൻ ഭാവിയിലേക്കും നോക്കിയത് കൊണ്ട്. കാരണം ക്രിസ്തുവിന്റെ കണ്ണുകൊണ്ട് നോക്കുമ്പോൾ ഏപ്രിൽ അല്ല കാണുന്നത്, 2019, 2025, 2038 അടുത്ത തലമുറയും മക്കളും കൊച്ചുമക്കളും ഒക്കെയാണ് ക്രിസ്തു കാണുന്നത്. ക്രിസ്തുവിന് ക്രിസ്തുവ ദൃഷ്ടിയല്ല ഉള്ളത്, ക്രിസ്തുവിന് ദീർഘദർശിയാണ് ഉള്ളത്.
പ്രതിഫലം നോക്കിയത് കൊണ്ട് അവൻ തീരുമാനിച്ചു, ഈ കൊട്ടാരം വിട്ട് ഞാനിതാ പുറത്തിറങ്ങും. സ്തോത്രം. കൊട്ടാരം വിട്ട് പുറത്തിറങ്ങി ക്രിസ്തുവിന്റെ നിന്ന് വലിയ ധനമെന്ന് ഞാൻ എണ്ണം. നീ ഏത് ചോയ്സ് ആണോ തിരഞ്ഞെടുക്കുന്നത്, ദൈവമുള്ള ചോയ്സ് ആണെങ്കിൽ അത് അനുസരിച്ചായിരിക്കും ദൈവിക കൊയ്ത്ത് ദൈവം നിന്റെ ജീവിതത്തിൽ നൽകുന്നത്. കേട്ടവരെല്ലാവരും ആമേൻ പറഞ്ഞാട്. ഹേ ഫറവോനെ, ഫറവോന്റെ സിംഹാസനം വെടിഞ്ഞിട്ടാണോ സ്തോത്രം മോശയെ നീ ഇറങ്ങി വന്നത്? ഒരു ഫറവോൻ ജീവിക്കുന്നതിനേക്കാൾ നന്നായി ദൈവം നിന്നെ ജീവിപ്പിക്കുമടാ. ഒരു ഫറവോൻ ആയിരിക്കുന്നതിനേക്കാൾ നന്നായി നീ ആയിരിക്കുക. ഒരു കളക്ടർ ഉദ്യോഗം രാജിവെച്ച് നീ സുവിശേഷം വേല ചെയ്താൽ കളക്ടർ ജീവിക്കുന്നതിനേക്കാൾ രാജാതി രാജാവ് നിന്നെ അത്ഭുതകരമായി അത് പുലർത്തും. ഒരു എഞ്ചിനീയർ ഉദ്യോഗം രാജിവെച്ച് നീ ജീവിച്ചാൽ സാധാരണ ഒരു എഞ്ചിനീയർ ജീവിക്കുന്നതിനേക്കാൾ സ്തോത്രം നന്നായി ദൈവം സ്തോത്രം നിന്നെ പോറ്റി പുലർത്തും. ഒരു ഡോക്ടർ ഉദ്യോഗം രാജിവെച്ച തമ്പുരാന് വേണ്ടി നീ ഇറങ്ങി വന്നാൽ സ്തോത്രം അത് ഒരു ഡോക്ടർ ജീവിക്കുന്ന ഒരു സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയി സ്ഥാനം നീ രാജിവെച്ച് ഇറങ്ങി വന്നാൽ അവർ ജീവിക്കുന്നതിനേക്കാൾ നന്നായി. കാരണം മനുഷ്യൻ അളന്ന് നൽകും, പക്ഷേ ഞാൻ പ്രസംഗിക്കുന്ന നീ ആരാധിക്കുന്ന നിന്റെ കർത്താവ് ദൈവത്തിന്റെ കൃപകൾ നിന്നെ ആകാരം നൽകും. കൈയെടുക്കുന്നത് നന്നായി കരങ്ങളടിച്ച് ദൈവത്തെ സ്തുതിച്ച് ദൈവത്തിന്റെ വലിയ 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 കരുതൽ ഞാൻ സ്തോത്രം. ഒരു മമ്മിയായി ഒരു ഫറവോനായി മോശ തീർന്നെങ്കിൽ മോശ ആരറിയുമായിരുന്നു. പക്ഷെ എല്ലാ കാലത്തും ഇപ്പോൾ മോശ പ്രസിദ്ധനാണ്. 4ാം തലമുറയിൽ സ്തോത്രം അതെ മോശ പ്രസിദ്ധനാണ്. യഹൂദമണ്ഡലത്തിൽ പ്രസിദ്ധനാണ്. 2000 വർഷം കൊണ്ട് ക്രിസ്ത്യൻഡത്തിൽ ക്രൈസ്റ്റ് കിങ്ഡത്തിൽ അല്ലെങ്കിൽ ദൈവ സഭയിൽ ദൈവരാജ്യത്തിൽ മോശ പ്രസിദ്ധനാണ്. മോശ മരിച്ചു, പക്ഷെ മോശയുടെ പ്രസിദ്ധി അല്പം പോലും കുറഞ്ഞു പോയേ ഇല്ല. കാരണം താൻ തിരഞ്ഞെടുത്ത സോയിൽ വിതയ്ക്കാൻ, തന്റെ ജീവിതമാകുന്ന വിത്തിനെ വിതയ്ക്കാൻ തിരഞ്ഞെടുത്ത മണ്ണ് വളക്കൂറുള്ള മണ്ണ് ആയിരുന്നു. ക്രിസ്തുവിൽ നീ തിരഞ്ഞെടുക്കുന്നത് എന്റെ വളക്കൂറുള്ളതാണ്. കർത്താവിൽ തിരഞ്ഞെടുക്കുന്നതൊന്നും വേസ്റ്റല്ല. കർത്താവിൽ തിരഞ്ഞെടുക്കുന്നതും പറക്കാറയല്ല. കർത്താവിൽ തിരഞ്ഞെടുക്കുന്നതൊന്നും പാഴാകത്തില്ല, ശൂന്യമാകത്തില്ല. ക്രിസ്തുവിൽ തിരഞ്ഞെടുക്കുന്നത് സകലവും വളക്കൂറുള്ളതായിരിക്കുക. അടുത്തിരിക്കുന്നവർ തോളിൽ പിടിച്ചു കുലുക്കി പറഞ്ഞാട്ടെ, അബദ്ധം പറ്റല്ല. ക്രിസ്തു ഇല്ലാത്തത് വേണ്ട കുഞ്ഞെ, ക്രിസ്തു ഉള്ളതിൽ മാത്രം തിരഞ്ഞെടുക്ക്. ക്രിസ്തു ഉള്ളത് മാത്രം തിരഞ്ഞെടുക്കുന്നെങ്കിൽ ദൈവകൃപയാൽ അവിടെ ഒരു കൊയ്ത്തുണ്ടായിരിക്കും. ക്രിസ്തു കർത്താവ് ഇവിടെ വാൺ ചെയ്യുകയാണ്. അവൻ ഉള്ളത് ഒരു കൂട്ടരാണെങ്കിൽ സ്തോത്രം ബാക്കി 3-ൽ അത് 4-ൽ 3 അവൻ ഇല്ലാത്തതാണ്. ഒന്ന് വഴിയരികിലാണ്. വഴിയരികിൽ നിന്റെ ടാലന്റ്, നിന്റെ ബുദ്ധി, നിന്റെ സമയം, നിന്റെ പൊട്ടൻഷ്യൽ, നിന്റെ കഴിവ് സ്തോത്രം വീഡിയോ ഗെയിംസിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പോർണോഗ്രാഫിയിലോ ഏതോ ദൈവഹിതമില്ലാത്ത കാര്യാദികളോ ജഡത്തിലോ വഴിയരികിൽ നീ ഇടരുത്. വഴിയരികിൽ എല്ലാവരും കളിക്കും, എല്ലാവരും നടക്കുന്നതാണ് വഴി, എല്ലാവരും നടക്കുന്നതാണ് വഴി, എല്ലാവരും നടക്കുന്നത്, എല്ലാവരും ചെയ്യുന്നതാണ് സർഫിംഗ്, എല്ലാവരും ചെയ്യുന്നതാണ് പ്രേമം, എല്ലാവരും ചെയ്യുന്നതാണ് കാമം. എല്ലാവരും ചെയ്യുന്നത് പോലെ നിനക്ക് ചെയ്യാൻ കഴിയത്തില്ല. എല്ലാവരും ജീവിക്കുന്ന പോലെ നിനക്ക് ജീവിക്കാൻ കഴിയത്തില്ല. എല്ലാവരും ആയിരിക്കുന്നത് പോലെ അത് ആർക്കുമില്ലാത്ത ഒരു കൊയ്ത്ത് നീ പ്രതീക്ഷിക്കുന്നുവെങ്കിൽ, ആരും പ്രാപിക്കാത്ത ഒരു ജീവിത ലക്ഷ്യത്തിലെത്തുവാൻ നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ആർക്കുമില്ലാത്തതായ വലിയൊരു അബണ്ടൻസ് നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ നീ പ്രതീക്ഷിക്കുന്നുവെങ്കിൽ, ആർക്കുമില്ലാത്ത ഒരു ഉയർച്ച നീ പ്രതീക്ഷിക്കുന്നെങ്കിൽ, എല്ലാവരും നടക്കുന്ന വഴിയിലൂടെ നടന്ന് എല്ലാവരും ഇരിക്കുന്ന പാപികളെ വഴിയിൽ ഇരുന്ന് എല്ലാവരും പറയുന്ന പരിഹാസം നീ പറയത്തില്ല. നിന്റെ ജീവിതത്തിൽ നീ വ്യത്യാസമായിരിക്കും. വഴിയരികിൽ വിതയ്ക്കരുത്. യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ വ്യത്യാസരായി തീരണം. ഒന്ന് വഴിയരികിൽ. നമ്പർ 2, രണ്ടാമതായി കർത്താവ് പറയുന്ന പാറപ്പുറത്ത് പാറ കാണിക്കുന്നത് പാറപ്പുറത്ത് സ്തോത്രം അതേ വളർന്നാലും പക്ഷെ വേരോടത്തില്ല. കഠിന ഹൃദയമാണ്. യേശുവിന്റെ നാമത്തിൽ നമുക്ക് ദൈവത്തിന്റെ സഭയിൽ കഠിന ഹൃദയമുള്ളവർ വേണ്ട. നമുക്ക് എല്ലാവർക്കും യേശുവിന്റെ ഹൃദയമുള്ളവർ മതി.
അയ്യോ, നിങ്ങൾ മിണ്ടുന്നില്ല. ഞാൻ ഒരിക്കൽ കൂടെ പറയും. മൈക്ക് വെച്ചിട്ട് ഈ ജനക്കൂട്ടത്തിന്റെ ഇടയിൽ അറിഞ്ഞു വന്ന എല്ലാത്തിന്റെ തലയ്ക്ക് പിടിച്ച് ഇന്നവകൾ പ്രാർത്ഥിക്കുമ്പോൾ ആദ്യം ഞാൻ പ്രാർത്ഥിക്കുന്ന കർത്താവേ, കഠിന ഹൃദയം മാറട്ടെ, മനസ്സലിന്റെ ഹൃദയം തന്നാട്ടെ. കഠിന ഹൃദയം ഫറവോന്റെ ഹൃദയം, കഠിന ഹൃദയം ഫറവോന്റെ ഹൃദയം. കഠിന ഹൃദയം ഉള്ളവൻ സമുദ്രത്തിന്റെ അടിയിൽ അടിപ്പെട്ടു പോയി. സമുദ്രത്തിന്റെ അടിയിൽ അവൻ അടിപ്പെട്ടു പോയി. കഠിന ഹൃദയന്മാർ തകർക്കപ്പെട്ടു. പക്ഷേ മനസ്സലിന്റെ ഹൃദയമുള്ളവൻ മരണത്തെ പാതാളത്തെ പരാജയപ്പെടുത്തി ഉയർത്തെഴുന്നേറ്റു. കുറച്ച് ബട്ടൺ എടുത്ത് നല്ല ചൂട് പാനിലേക്ക് എടുത്തു വെക്കുമ്പോൾ, അടുപ്പത്ത് ചൂടായിരിക്കുന്ന പാനിലേക്ക് അല്പം ബട്ടർ എണ്ണ എടുത്തു വെക്കുമ്പോൾ അത് ഉരുകിപ്പോകുന്നത് പോലെ പ്രാർത്ഥിക്കുമ്പോൾ, ആരാധിക്കുമ്പോൾ, പരിശുദ്ധാത്മാവിന്റെ ചൂട് അനുഭവിക്കുമ്പോൾ, കരയുന്ന ഒരു വ്യക്തിയെ കാണുമ്പോൾ, ഒരു രോഗിയെ കാണുമ്പോൾ, ഒരു ദരിദ്രനായ ഒരു വ്യക്തിയെ കാണുമ്പോൾ, ഒരു തകർന്നു വന്ന ഒരു കുടുംബത്തെ കാണുമ്പോൾ, ഉടഞ്ഞു വന്ന ഒരു ജീവിതത്തെ കാണുമ്പോൾ കർത്താവ് യേശു ഉരുകുന്നത് പോലെ മനസ്സലിവിന്റെ ഹൃദയമുണ്ടെങ്കിൽ മാത്രമേ സഹോദരങ്ങളെ എനിക്ക് നിനക്ക് സക്സസ് ആകാൻ കഴിയത്തുള്ളൂ. കഠിന ഹൃദയരോട് പ്രവചിച്ചിട്ട് എന്ത് കാര്യം? കഠിന ഹൃദയരോട് സ്തോത്രം പ്രസംഗിച്ചിട്ട് എന്ത് കാര്യം? കഠിന ഹൃദയരോട് ശുശ്രൂഷിച്ചിട്ട് എന്ത് കാര്യം? വേണ്ട കർത്താവ്, ഈ തലമുറയിൽ make me a broken hearted person before your presence. അങ്ങയുടെ സന്നിധിയിൽ ഒരു തകർന്ന ഹൃദയം നീ എനിക്ക് തരണമേ. അങ്ങയുടെ സന്നിധിയിൽ ഒരു തകർന്ന ഹൃദയം നീ എനിക്ക് തരണമേ. അങ്ങയുടെ സന്നിധിയിലൂടെ തകർന്ന ഹൃദയം നീ എനിക്ക് തരണം. ഒരു മിനിറ്റ് രണ്ട് കരങ്ങളെ ഉയർത്തി ദൈവത്തോട് ചോദിച്ചാടെ, അങ്ങയുടെ സന്നിധിയിലൂടെ തകർന്ന ഹൃദയം നീ എനിക്ക് തരണമേ. അങ്ങയുടെ സന്നിധിയിൽ തകർന്ന ഹൃദയം നീ എനിക്ക് തരണമേ. Make me a broken hearted person before your presence. അങ്ങയുടെ സന്നിധിയിലൂടെ തകർന്ന ഹൃദയം നീ എനിക്ക് തരണമേ. കരങ്ങളെ താഴ്ത്തിയിട്ട് കേൾക്കണമേ. ചില സന്ദർഭങ്ങൾ നീ തകരത്തില്ല. നീ തകരാതിപ്പോൾ തമ്പുരാൻ നിന്നെ തകർക്കുവാനായി ഏൽപ്പിക്കാറുണ്ട്. കർത്താവ് നിന്നെ തകർക്കുവാനായി ഏൽപ്പിക്കുമ്പോഴാണ് പാത്രമാകുന്നതായ നിന്റെ അകത്ത് എന്തോ ഇരിക്കുന്നെന്ന് നാട്ടുകാർ അറിയുന്നത്. അത് ഉടഞ്ഞ് അതിന്റെ അകത്തിരിക്കുന്നത് പുറത്തേക്ക് ഒഴുകുന്നത് സ്തോത്രം നീ ഉടയുമ്പോഴാണ്. നീ ഉടയുമ്പോൾ ചിലപ്പോൾ മക്കളിലൂടെയായിരിക്കാം, ചിലപ്പോൾ ആരോഗ്യത്തിലൂടെയായിരിക്കാം, ചിലപ്പോൾ സാമ്പത്തിക തകർച്ചയിലൂടെയായിരിക്കാം, മറ്റും വിഷയങ്ങളിൽ നീ ഉടയുമ്പോഴാണ് നിന്റെ അകത്ത് തമ്പുരാൻ വച്ചിരിക്കുന്നത് പുറത്തേക്ക് ഒഴുകുന്നത്. ഉടഞ്ഞാരെങ്കിലും ഉണ്ടെങ്കിൽ നീ ഉടഞ്ഞത് തിന്മക്കായിട്ടല്ല, ദൈവസഭയാകുന്ന മന്ദിരത്തിൽ നിന്ന് അകത്തിരിക്കുന്നതായ അഭിഷേക തൈലത്തിന്റെ സുഗന്ധം നിറയേണ്ടതിന്, ആയിരങ്ങളുടെ അന്തരീക്ഷം മാറേണ്ടതിന്, ആയിരങ്ങളെ നറുമണത്തിൽ നിറയ്ക്കേണ്ടതിന് വേണ്ടിയത്രേ ദൈവകൃപയാൽ നീ ഉടയ്ക്കപ്പെട്ടത്. ആയിരങ്ങളെ അന്തരീക്ഷം മാറേണ്ടതിന്. കേട്ടവരാമേൻ പറഞ്ഞാണ്ട് അന്തരീക്ഷം മാറേണ്ടതിന്. ഞാൻ പ്രസംഗിക്കുമ്പോൾ ഇങ്ങനെ പറയും, പെൺകൾ ഭരണി ഉടച്ച് യേശുവിന്റെ പാദം തൂർത്തിയതായ സ്ത്രീ, അവള് പോയി, യേശു പോയി, ശിഷ്യന്മാർ പോയി. പക്ഷേ യേശുവും ശിഷ്യന്മാർ പോയി, അവളും പോയി. പക്ഷെ അവര് പോയിട്ട് ആ വീട്ടുകാർ പറഞ്ഞു, അത് പോയില്ല കേട്ടോ, അത് പോയില്ല. ഏത് പോയില്ല? ആ മണം പോയില്ല. സ്തോത്രം, ആ മണം പോയില്ല. ഇന്ന് ഈ സർവീസ് കഴിഞ്ഞ് പോയാലും ഈ അന്തരീക്ഷം നിന്നെ വിട്ട് പോകത്തില്ല. നീ പോയാൽ ഈ അന്തരീക്ഷം നിന്നെ വിട്ട് പോകത്തില്ല. നിന്റെ അന്തരീക്ഷത്തെ മാറ്റുന്നതാണ് യഥാർത്ഥ അഭിഷേകം. കൈയടിക്കുന്നെങ്കിൽ നേരെ കരങ്ങളൊഴിച്ച് ദൈവജനം ദൈവത്തെ സ്തുതിച്ചാണ് ശക്തിയുടെ. അതുകൊണ്ട് അതേ കഠിന ഹൃദയം നമുക്ക് വേണ്ട. വഴിയരികിൽ വിതയ്ക്കണ്ട, പാറപ്പുറത്ത് നമുക്ക് വിതയ്ക്കണ്ട. സ്തോത്രം, മുള്ളിനിടയിലും നമുക്ക് വിതയ്ക്കണ്ട. പലതും മുള്ളാണ്. പുറമെ നോക്കുമ്പോൾ നിനക്ക് തോന്നും സ്തോത്രം, അയ്യോ നല്ല തണലാണ്, നല്ല തണലാണ്. സ്തോത്രം, അയ്യോ ആന്റി നല്ല തണലാണ്, ആ സഹോദരൻ നല്ല തണലാണ്, സ്തോത്രം, കുടുംബം നല്ല തണലാണ്. സ്തോത്രം, പക്ഷേ ആദ്യ ദിവസം നല്ല തണലാണെന്ന് നീ വിചാരിക്കും. പക്ഷേ സ്തോത്രം, കുറച്ച് നേരം കഴിയുമ്പോഴാണ് മനസ്സിലാകുന്നത് അത് തണലല്ല, അതിൽ ഒളിച്ചു വെച്ചിരിക്കുന്ന പല മുള്ളുകളുണ്ട്. എന്താ പറഞ്ഞു വരുന്നത്? 3200 വർഷങ്ങൾക്ക് മുമ്പ് ബെർശേബ മരുഭൂമിയിലൂടെ ഒരുത്തനിതാ കടന്നു പോകുകയാണ്.
12-15 കിലോമീറ്ററോളം അവൻ നടന്നു. ഒരു ദിവസത്തെ വഴി അവൻ നടന്നു പോയി. സ്തോത്രം. ഡീഹൈഡ്രേഷൻ ഉണ്ടായി. ശരീരത്തിന് ജലാംശം മുഴുവൻ നഷ്ടപ്പെട്ടു. അവൻ ഉള്ളിൽ ഇങ്ങനെ വിചാരിച്ചു കാണും, ഇനി മുന്നോട്ട് നടക്കാൻ എനിക്ക് ബലം ഇല്ല. ഇനി മുന്നോട്ട് നടന്നാൽ ചിലപ്പോൾ ഞാൻ വീണ് മരിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. ഇനി ഞാൻ മുന്നോട്ട് പോയാൽ മരിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് സ്തോത്രം, ഒരുപക്ഷെ ഞാൻ മുന്നോട്ട് പോയി മരിച്ച് വീട് പോയാൽ ആ മരുഭൂമിയിൽ കറങ്ങി നടക്കുന്നതായ കഴുകന്മാരുണ്ട്. കഴുകന്മാർ വന്ന് എന്നെ കൊത്തി കൊന്നുകളഞ്ഞാൽ ആ വന്ന് കൊത്തുന്നതായ കഴുകന്മാരെ ആട്ടിലോടിക്കാൻ പോലും എനിക്ക് കഴിവില്ല. ഞാനിതാ സ്തോത്രം ബലഹീനനായി പോകും. അതുകൊണ്ട് ഏലിയാവിതാ മരുഭൂമിയിലൂടെ അവരിതാ നടന്നു പോകുമ്പോൾ ഒരു ചൂരൽ ചെടി കണ്ടു. ആ ചൂരൽ ചെടി കണ്ടപ്പോ പുള്ളി ഭയങ്കര സന്തോഷമായി. പുള്ളി പറഞ്ഞ, അച്ഛൻ കൊള്ളാം കേട്ടോ, ആന്റി കൊള്ളാം കേട്ടോ, ആ സിസ്റ്റർ കൊള്ളാം, അയ്യോ നല്ല തണല് കഴിച്ചില്ല. ഒറ്റയ്ക്കാണ് വരുന്നത്. കുറെ നാളായി മീറ്റിങ്ങിന് വരുന്ന കാണുന്നുണ്ട്. സംസാരിക്കണമെന്ന് പലപ്പോഴും ആഗ്രഹിച്ചു. പക്ഷെ ഇപ്പോഴും അവസരം കിട്ടിയേ. വീട്ടിൽ ആരൊക്കെയുണ്ട്, എന്തൊക്കെയുണ്ട് വിശേഷം? ആദ്യം കാണുമ്പോൾ കൊള്ളാം, നല്ല തണലാണ്. ഫോൺ നമ്പർ കൊടുത്തു. 9447 ഫോൺ നമ്പർ കൊടുത്തു. കുറച്ചുകൂടെ അടുത്ത് വീട്ടിലും പോയി. ചായ അങ്ങോട്ട് കൊടുത്ത് കാപ്പി ഇങ്ങോട്ട് മേടിച്ചു. സ്തോത്രം. കുറേ അതെ എല്ലാം കൊടുത്തു. പാചകവിദ്യ അങ്ങോട്ട് പറഞ്ഞു കൊടുത്ത് ഇങ്ങോട്ട് പറഞ്ഞു കൊടുത്തു. സ്തോത്രം. അതേ പഞ്ചസാര ഇടേണ്ടത് കറിവേപ്പ് ഇടേണ്ടത് എല്ലാം പറഞ്ഞു കൊടുത്തു. സ്തോത്രം. എല്ലാം കുറച്ച് നാൾ കഴിഞ്ഞ് നിഴലാണെന്ന് വിചാരിച്ച ഇരുന്നത് 1 2 3 4 5 6 7 8 പേര് മാറിയിരുന്നത് പോലെ. സ്തോത്രം. അതെ, കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഒരു നിഴലും പെർമനന്റ് അല്ല. ഈ 8 പേര് മാറിയിരുന്നില്ലേ? അപ്പോടെ കഴിയും. പ്രോഫസി പറയല്ല, ഉള്ള കാര്യം പറയുക. അയ്യോ ബ്രദറിന് എന്തോ ഒരു വെളിപ്പാട്, അവര് തിരിച്ചു വന്നിരിക്കുമെന്ന് ബ്രദർ പറഞ്ഞത് പോലെ തന്നെ നടത്തണം. അത് പറയാം, പ്രവചനമൊന്നും വേണ്ട, അതൊക്കെ തന്നെ പറയാം. ഒരു നിഴല് പോലും സ്തോത്രം അത് പെർമനന്റ് അല്ല. ഒരു 15 മിനിറ്റ് കൂടെ കാത്തിരിക്കുക. ഈ മാറിയിരുന്നവർ ഞാൻ പറയാതെ തിരിച്ചു വന്നിരിക്കണം. കാരണം ഒരു നിഴല് പോലും പെർമനന്റ് അല്ല. കാരണം ഒരു കറങ്ങുന്ന ഒരു ചലിക്കുന്ന ഒരു സൂര്യനുണ്ട്. ഈ സൂര്യൻ കിഴക്കുദിക്കുമ്പോൾ നിഴല് പടിഞ്ഞാറോട്ടാണ്. കുറച്ച് മണിക്കൂർ കഴിയുമ്പോൾ സൂര്യൻ പടിഞ്ഞാറ് വരുമ്പോൾ കിഴക്ക്, സ്തോത്രം, നിഴൽ കിഴക്കോട്ടാണ്. ഇന്ന് പടിഞ്ഞാറോട്ട് കിടക്കുന്നതായ നിഴലുകൾ കുറച്ചു നേരം കഴിയുമ്പോൾ കിഴക്കോട്ട് വരും. അർത്ഥം, നിനക്ക് പെർമനന്റായ മിത്രങ്ങളുമില്ല, പെർമനന്റായ ശത്രുക്കളുമില്ല. പെർമനന്റായ മിത്രങ്ങളുമില്ല, ശത്രുക്കളുമില്ല. അതുകൊണ്ട് എല്ലാവരും സൂക്ഷിച്ച് കൈകാര്യം ചെയ്താട്ടെ. 4 പേരെ തൊട്ട് പറഞ്ഞാട്ടെ, സൂക്ഷിച്ച് കൈകാര്യം ചെയ്യും. പെട്ടെന്ന് പറഞ്ഞാട്ടെ, സൂക്ഷിച്ച് കൈകാര്യം ചെയ്യും. ഒരു പാത്രത്തിൽ നിന്ന് കഴിക്കുമെന്ന് പറഞ്ഞത് ടോം ആൻഡ് ജെറി ഷോ പോലെ ഷൂട്ട് ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ഇല്ല, ഇനി നേടാൻ അവനെ കണ്ടാൽ പാകിസ്ഥാൻ വെച്ചായാലും വെടിവെച്ച് കൊല്ലും എന്ന് പറയുന്നവർ പിന്നെ ഒന്നായി ചേരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയ സഹോദരി സഹോദരന്മാരെ, നോക്കിക്കേ, ഏരിയാവിനെ നോക്കിക്കേ. ചൂരച്ചെടിയുടെ തണലിൽ പോയിരുന്നു. ആ നിഴൽ മാറുന്നതനുസരിച്ച് അവനെ ചൂരച്ചെടിയിലേക്ക് അടുത്തപ്പോഴേക്കും അയ്യോ, അച്ഛൻ വിചാരിച്ചതുപോലെയല്ല, അമ്മാവ് വിചാരിച്ച പോലെയല്ല, കുത്തുന്നു കേട്ടോ, മുള്ള് ഇതാ വെളിപ്പെട്ടു. സ്തോത്രം. നിന്നെ മുറിവേൽപ്പിക്കുന്ന മുള്ളുകളിൽ നിന്റെ വിത്തിനെ എറിഞ്ഞ് അവസാനം മുറിവുകളെ ഏറ്റെടുക്കരുത്. നിന്റെ ടാലൻസിനെ, നിന്റെ പണത്തെ, നിന്റെ നന്മകളെ മുള്ളിന്മേലിട്ട് 6 മാസം കഴിയുമ്പോൾ കുറെ മുറിവുകളുമായി വന്നു നിൽക്കുന്നെങ്കിൽ ഞാൻ പറയുന്നു, നിന്റെ ഹാർവസ്റ്റ് നിനക്ക് നഷ്ടപ്പെട്ടു, നിന്റെ കൊയ്ത്ത് നിനക്ക് നഷ്ടപ്പെട്ടു. മനസ്സിലാകുന്നവർ കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. വഴിയരികിൽ ഇടരുത്, പാറപ്പുറത്ത് ഇടരുത്, മുള്ളിനിടയിൽ ഇടരുത്. 4ാമതായി, ലോകങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് അഗ്രികൾച്ചർ, ലോകങ്ങളുടെ ഏറ്റവും നല്ല കൃഷിക്കാരൻ ഇതാ തന്റെ അടുക്കൽ വലിയ പുരുഷാരം വന്നപ്പോൾ അവരെ നോക്കി സ്തോത്രം ഇപ്രകാരം പറയുകയാണ്, പിന്നെ എവിടെയാണ് ഇടേണ്ടത്? നല്ല നിലത്താണ് ഇടേണ്ടത്. നല്ല നിലത്ത്. ആ നല്ല നിലത്തിട്ടാൽ സ്തോത്രം അത് ഒരിക്കലും സ്തോത്രം അത് പാഴായി പോകത്തില്ല. ഏതാ കർത്തവ്യം? നല്ല നില. തമ്പുരാൻ ഇന്ന് പകൽക്കാലം നല്ല നില
കാണിച്ചു തരും. കർത്താവ് ഇന്ന് പകൽക്കാലം കുശവന്റെ നിലമല്ല കാണിക്കുന്നത്, കർത്താവ് നല്ല നിലമത്രേ കാണിക്കുന്നത്. യെസ്, കുശവന്റെ നിലം എന്ന് പറയുന്നതായ ഒരു നിലം ഇസ്രായേലിലുണ്ട്. ഇസ്രായേൽ നിങ്ങൾ പോയി കയ്യഫാവിന്റെ കൊട്ടാരത്തിന്റെ ടെറസിൽ കയറി നിന്ന് സ്തോത്രം വലത്തേക്ക് നോക്കുമ്പോൾ ഗഹന എന്ന് യേശു പറഞ്ഞതായ സ്തോത്രം തീ അണയാത്ത ഗഹന എന്ന് കർത്താവ് പറഞ്ഞതായ ആ സ്തോത്രം താഴ്വര നിങ്ങൾക്ക് കാണുവാൻ കൊണ്ട് കഴിയും. വേദപുസ്തകത്തിൽ കർത്താവ് പറഞ്ഞതായ ഓരോ സ്ഥലങ്ങളും ജോഗ്രഫിക്കലി സ്തോത്രം അതെ ഭൂമിശാസ്ത്രപരമായി അതിന് ചുറ്റുമുണ്ട്. അതെ, ഇന്നാണെങ്കിൽ ആ താഴ്വര ഒത്തിരി ഉയർന്നിട്ടുണ്ട്. അന്നാണെങ്കിൽ അത് കിഴക്കാൻ തുക്കായ താഴ്വരയായിരുന്നു 2000 വർഷങ്ങൾക്ക് മുമ്പ്. 2000 വർഷങ്ങൾക്ക് മുമ്പ് കുശവന്റെ നിലം ആ സ്ഥലത്താണ്. ആ കുശവന്റെ നിലം എന്നറിയപ്പെടുന്നതായ ആ താഴ്വരയിൽ ഒരു നല്ല വിത്ത് പാഴായി പോയി. ഞാൻ ഒരിക്കൽ കൂടെ പറയട്ടെ, കുശവന്റെ താഴ്വര എന്നറിയപ്പെടുന്നതായ ആ സ്ഥലത്ത് ഒരു നല്ല വിത്ത് പാഴായി പോയി. നല്ല വിത്ത് ആകേണ്ടതായിരുന്നു, പക്ഷെ ചോയ്സ് മാറിപ്പോയി. നല്ല വിത്ത് ആകേണ്ടതായിരുന്നു. 3 വർഷം യേശുവിന്റെ കൂടെ നടന്നതാണ്. ഭൂതങ്ങളെ പുറത്താക്കാൻ എബിലിറ്റി കിട്ടിയതാണ്. രോഗികളെ സൗഖ്യമാക്കാൻ പവർ കിട്ടിയതാണ്. മറ്റ് 11 പേർക്കില്ലാത്ത പണസഞ്ചിയും കിട്ടിയതാണ്. പക്ഷേ സ്തോത്രം അവന്റെ ചിന്താഗതി സ്തോത്രം മോശമായിപ്പോയി. എന്തിനാ ഈ പന്തലൊക്കെ ഇട്ട് വെറും ചെലവ് ചെയ്യുന്നത്? ഈ ചൂടും സഹിച്ച് ഇവിടെ ഇരുന്ന് കൊട്ടിപ്പാടിയിട്ട് വല്ല കാര്യമുണ്ടോ എന്ന് ഏതോ മന്ദബുദ്ധി വീട്ടിലിരുന്ന് പറഞ്ഞതുപോലെ സ്തോത്രം അതെ, എന്തിനാ ഈ വെറും ചെലവ് എന്ന് സ്തോത്രം യേശു കർത്താവിന്റെ ശുശ്രൂഷ കണ്ട് പറഞ്ഞതായ അവന്റെ അകത്ത് ഭൂതം കയറി അവസാനം സ്തോത്രം യേശുവിനെ അവൻ കാണിച്ചു കൊടുത്തു. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ ശ്രദ്ധിക്കുക, ദിസ് ഈസ് വെരി ഓസം, വെരി പവർഫുൾ. സ്തോത്രം അതെ, യേശുവിനെ കാണിച്ചു കൊടുത്തത് യേശു തകരുമെന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷെ യേശുവിനെ കാണിച്ചു കൊടുത്തവൻ യേശുവിന്റെ തകർച്ച കണ്ടില്ല. അതിനു മുമ്പേ അവൻ തകർന്നു. നിന്നെ തകരണമെന്ന് ആരാണോ വിചാരിച്ച തള്ളി പറയുന്നത്, സ്തോത്രം നിന്നെ ആരാണോ തകർക്കാൻ നോക്കുന്നത്, അവന്റെ തകർച്ച നീ കാണത്തേ ഉള്ളൂ. നിന്റെ തകർച്ച അവൻ കാണത്തില്ല. സ്തോത്രം അവിടെയാണ് കുശവന്റെ നിലം. അവിടെയാണ് യെരൂശലേം പട്ടണത്തിലുള്ളതായ ആ താഴ്വരയിൽ യെരൂശലേം പട്ടണത്തിന്റെ സകല വേസ്റ്റ് കൊണ്ടുവന്ന് അവിടെ ഇങ്ങനെ എറിയാറുണ്ട്. ആ താഴ്വരയിൽ പട്ടണത്തിന്റെ വേസ്റ്റ് കൊണ്ടുവന്ന് എറിയും. അന്ന് യെരൂശലേം പട്ടണത്തിൽ ധാരാളം സ്തോത്രം അതേ പശുക്കൾ ഉണ്ടായിരുന്നു. ആ പശുക്കളുടെ ചാണകം കൊണ്ടുവന്ന് ആ സ്ഥലത്താണ് സ്തോത്രം താഴേക്കിടുന്നത്. അതുപോലെ ചവറുകളെ ഇടുന്നത് ആ താഴ്വരയിലേക്കാണ്. ഡങ്ക് ഗേറ്റ് എന്നറിയപ്പെടുന്ന ഒരു പട്ടണ വാതിൽ ഉണ്ടായിരുന്നു, കുപ്പവാതിൽ. നെഹമ്യാവിന്റെ കാലത്ത് 12 വാതിൽ ഉണ്ടായിരുന്നല്ലോ. അതിൽ കുപ്പവാതിൽ എന്നറിയപ്പെടുന്ന വാതിലുകളൊന്ന് സ്തോത്രം അതായിരുന്നു. ആ വാതിലിന് അരികിലാണ് കൊണ്ടുവന്ന ചവറുകൾ ഇടുന്നത്. അവിടെയാണ് വേസ്റ്റ് സാധനങ്ങൾ വലിച്ചെറിയുന്നത്. അവിടെ കുശവന്മാർ ധാരാളം പാർത്തിരുന്നു. കാരണം അവിടുത്തെ മണ്ണ് ആ വിധത്തിലുള്ള കളിമണ്ണായിരുന്നു. കുശവൻ ചക്രത്തിൽ ഇങ്ങനെ പാത്രം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. കുശവൻ ചക്രത്തിന്മേൽ പാത്രം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ കുശവന്റെ ആ പാത്രം ചീത്തയായി പോയാൽ, ഉടഞ്ഞു പോയാൽ, അയ്യോ ഇനി അതിനെ ശരിയാക്കാൻ പറ്റത്തില്ലെന്ന് വിചാരിച്ചാൽ കുശവൻ എന്താ ചെയ്യുന്നതെന്നറിയോ? കുശവൻ കൊണ്ടുവന്ന് സ്തോത്രം ആ ചീത്തയായി പോയ ഉണങ്ങിയ പാത്രത്തെ ആ താഴ്വരയുടെ കരയിൽ നിന്നിട്ട് വലിച്ചൊരൊറ്റ ഏറ് കൊടുക്കും. അപ്പോഴേക്കും സ്തോത്രം ആ പാത്രം അവിടെ വീണ് ഉടയ്ക്കപ്പെടും. എക്സാക്ട്ലി സെയിം മാനർ അത് തന്നെയാണ് യൂദയ്ക്ക് സംഭവിച്ചത്. യൂദ സ്തോത്രം കർത്താവ് യേശു ക്രിസ്തുവിനെ തള്ളിപ്പറവാനായി കാണിച്ചു കൊടുപ്പാനായി അവൻ ശ്രമിച്ചു. അവൻ പൈസ മേടിച്ചു. ഇനി എനിക്കൊരു തിരിച്ചു വരവില്ല. അവൻ സ്വയത്തിൽ മാനസാന്തരപ്പെട്ടു. അയ്യോ, അവൻ സ്വയത്തിൽ വേണ്ടായിരുന്നു എന്ന് വിചാരിച്ചു. സ്വയത്തിൽ മാനസാന്തരപ്പെട്ടു. എന്നാൽ കേൾക്കണം, ശ്രദ്ധിച്ചു കേൾക്കണം, കർത്താവ് യേശുവിന് മുമ്പിൽ അവൻ മാനസാന്തരപ്പെട്ടില്ല. നിനക്ക് വേണ്ടായിരുന്നു സോറി എന്ന് നിനക്ക് നിന്നോടല്ല തോന്നേണ്ടത്. നീ ദൈവത്തോട്, ദൈവത്തിന്റെ മുൻപിലാണ് നീ മാനസാന്തരപ്പെടേണ്ടത്. നിനക്ക് നിന്നോടല്ല വേണ്ടായിരുന്നു എന്ന് പറയേണ്ടത്. ദൈവത്തിന്റെ മുൻപിൽ സോറി പറയുമ്പോഴാണ് നാളെ ഹൗ ടു ഫേസ് ടുമോറോ. കണ്ടു തുറന്ന് കേൾക്ക്, ഹൗ ടു ഫേസ് ടുമോറോ. ദൈവത്തിന്റെ മുൻപിൽ മാനസാന്തരപ്പെടുമ്പോഴാണ് ആർക്കും പരിഹരിപ്പാൻ കഴിയാത്ത നിന്റെ ഇന്നലെയുടെ മിസ്റ്റേക്കിലേക്ക് ഇറങ്ങിച്ചെന്ന് നാളത്തെ നന്മയിലേക്ക് തമ്പുരാൻ നിന്നെ കൈപിടിച്ച് കഴിക്കുന്നത്. അത് തന്നെ ഒരു പ്രസംഗമാണ്. ഒരിക്കൽ കൂടെ പറയട്ടെ, യൂദയെ, മിസ്റ്റർ യൂദയെ, നീ ചെയ്യേണ്ടത് നീ സ്വയത്തിൽ സോറി പറയുകയല്ല, മനസ്താപപ്പെടുകയല്ല. നീ കർത്താവിന് മുൻപിലേക്ക് കടന്നു പോയിരുന്നു എങ്കിൽ ആർക്കും പോകാൻ കഴിയാത്ത നിന്റെ ഇന്നലത്തെ മിസ്റ്റേക്കിലേക്ക് കടന്നു പോയി യേശു കർത്താവ് ഇന്നലത്തെ മിസ്റ്റേക്ക് മാറ്റുമായിരുന്നു. എന്നാൽ അവൻ പിടിച്ചു നിന്നില്ല. അവൻ എന്താ ചെയ്തത്? കുശവൻ കൊണ്ടുപോയി ആ പാത്രത്തെ എറിഞ്ഞുടയ്ക്കുന്നത് പോലെ സ്വന്തം ജീവനെ അവൻ സ്തോത്രം എറിഞ്ഞ് തകർത്തു. അർത്ഥം, ഒരു കയറിനെ അവൻ എടുത്തു. ആ കയറിനെ
കയ്യിലെടുത്ത് കെട്ടി ഞാഞ്ഞ് അവൻ മരിച്ചു. 3 ദിവസമോ മറ്റോ ചത്തു വീർത്തുന്നു. അവസാനം കയറ് പൊട്ടി നിലത്ത് വീണു. അവന്റെ സ്തോത്രം കുടൽമാല പൊട്ടി പുറത്തു വരുന്ന ക്രമത്തിൽ യൂദ അവിടെ വെച്ച് ആത്മഹത്യ ചെയ്തു. എന്നെ കേൾക്കുന്ന സഹോദരങ്ങൾ, അവൻ പാഴായി പോയി. ഇന്ന് പകൽക്കാലം സ്തോത്രം മുള്ളിന് അരികിൽ വഴിയരികിൽ പാറപ്പുറത്ത് നിന്റെ നല്ല താരന്തകളെ പാഴാക്കി കളയരുത്. നീ യേശുവിന്റെ കൂടെ നടന്നവനായിരിക്കാം, നിനക്ക് പല വേദപുസ്തകത്തിന്റെ കാര്യങ്ങൾ അറിയാമായിരിക്കാം, നിനക്ക് ക്രൈസ്തവ പാരമ്പര്യം ഉണ്ടായിരിക്കാം, ക്രിസ്തീയ പേരിലായിരിക്കാം നീ അറിയപ്പെടുന്നത്, ക്രിസ്തീയ കുടുംബത്തിലായിരിക്കാം നീ അറിയപ്പെടുന്നത്. പക്ഷേ സ്തോത്രം ഇന്ന് പകൽക്കാലം ദൈവാത്മാവിൽ ഞാൻ വിളിച്ചു പറയട്ടെ, നീ ഒരിക്കലും പാഴായി പോകരുത്. അടുത്ത കാലത്ത് നിനക്ക് വലിയൊരു കൊയ്ത്തുണ്ട്. യേശുവിന്റെ നാമത്തിൽ പാഴായി പോകരുത്. അടുത്ത ദിവസത്തിൽ നിനക്ക് വലിയൊരു കൊയ്ത്തുണ്ട്. 4 പേരെ തൊട്ട് വേഗത്തിൽ പറഞ്ഞാട്ടെ, കൊയ്ത്തിനായി ഒരുങ്ങിക്കോ, കൊയ്ത്തിനായി ഒരുങ്ങിക്കോ. Prepare yourself for a harvest. ഒരു കൊയ്ത്തിനായി ഒരുങ്ങിക്കോ, ഒരു കൊയ്ത്തിനായി ഒരുങ്ങിക്കോ, ഒരു കൊയ്ത്തിനായി ഒരുങ്ങിക്കോ. സ്തോത്രം. ആരോ പറയുന്നു, സ്തോത്രം, മറ്റുള്ളവരിൽ ഞാൻ വിതച്ചു ബ്രദറെ, അത് പാഴായി പോയി. എന്റെ ഭർത്താവിൽ ഞാൻ വിതച്ചു, അത് വഴിയരികിൽ എന്നതുപോലെ ആയിപ്പോയി. എന്റെ ഭാര്യ ഞാൻ വിതച്ചു, അത് പാറപ്പുറത്ത് എന്നതുപോലെ ആയിപ്പോയി. എന്റെ മക്കളിൽ ഞാൻ വിതച്ചു, അത് മുള്ളിനരികിൽ എന്നതുപോലെ ആയിപ്പോയി. നിങ്ങൾക്കാർ ഇവിടെ ആയിരിക്കുന്ന പലരെ നോക്കി ദൈവാത്മാവിൽ ഞാൻ വിളിച്ചു പറയട്ടെ, നിങ്ങൾ ഒത്തിരി പേർക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്തവരാണ്. വീണ്ടും നിങ്ങൾ ഒത്തിരി പേർക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്തതാണ്. പൈസയായി ചെയ്തതാണ്, കാര്യമായി ചെയ്തതാണ്. ഒത്തിരി പേർക്ക് നിങ്ങൾ ഒത്തിരി ഉപകാരങ്ങൾ ചെയ്തതാണ്, സഹപ്രവർത്തകർക്ക് ചെയ്തതാണ്, സ്വന്തമായി സ്വയം സ്തോത്രം ഓഫീസിൽ അതേ വർക്ക് ചെയ്യുന്നതായ ഫ്രണ്ട്സിന് വേണ്ടി നിങ്ങൾ ചെയ്തതാണ്, സഹപ്രവർത്തകർക്ക് വേണ്ടി ചെയ്തതാണ്. നോക്കിയേ, ഈ സെന്റൻസ് ഇമ്പോർട്ടന്റ്. ഈ പ്രസംഗത്തിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് സെന്റൻസ് ആണ്. നിങ്ങളിൽ പലരും നിങ്ങൾക്ക് വേണ്ടി ജീവിച്ചിട്ടില്ല. ഒരിക്കൽ കൂടെ, നിങ്ങളിൽ പലരും നിങ്ങൾക്ക് വേണ്ടി അല്ല ജീവിച്ചത്. നിങ്ങളിൽ പലരും മറ്റുള്ളവർക്ക് വേണ്ടിയാണ് ജീവിച്ചത്. നിങ്ങളിൽ പലരും നിനക്ക് വേണ്ടി ജീവിച്ചില്ല. നീ കുക്ക് ചെയ്യുന്നത് മറ്റുള്ളവരുടെ ടേസ്റ്റ് അനുസരിച്ചാണ്. നീ മക്കളെ പ്രസവിച്ച ഭർത്താവിനെയും അവരുടെ വീട്ടുകാരെയും തൃപ്തിപ്പെടുത്താൻ വേണ്ടിയാണ്. നീ സ്തോത്രം ജീവിച്ചത് മറ്റുള്ളവർക്ക് വേണ്ടിയാണ്. മറ്റുള്ളവർക്ക് വേണ്ടി നീ വിതക്കിയായിരുന്നു. മറ്റുള്ളവർക്ക് വേണ്ടി വിതച്ച്, മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ച്, മറ്റുള്ളവർക്ക് വേണ്ടി വിതച്ച്, മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്തി, മറ്റുള്ളവരുടെ മുമ്പിൽ ചിരിക്കേണ്ടപ്പോൾ ചിരിച്ച്, മറ്റുള്ളവരുടെ മുമ്പിൽ കരയേണ്ടപ്പോൾ കരഞ്ഞ്, മറ്റുള്ളവരുടെ മുമ്പിൽ കുനിയേണ്ടപ്പോൾ കുനിഞ്ഞ്, മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ സോറി പറഞ്ഞ് സ്തോത്രം ജീവിച്ചുവെങ്കിൽ ഇന്ന് പകൽക്കാലം കർത്താവ് പറയുന്നു, മതി, നിന്റെ കഷ്ടത ഞാൻ കണ്ടു. എന്നാൽ സ്തോത്രം എന്റെ കർത്താവ് പറയുന്നു, ഞാൻ നിന്റെ ഇതുപോലെ തുടരുവാൻ ഞാൻ സമ്മതിക്കത്തില്ല. ഇതുപോലെ തുടരുവാൻ സമ്മതിക്കത്തില്ല. നിന്റെ പേരിൽ എനിക്കൊരു കൊയ്ത്ത് ചെയ്യുവാനുണ്ട്. ഇവിടുന്ന് തുടങ്ങുന്നു. കരങ്ങൾ അടിച്ച ദൈവത്തെ സ്തുതിച്ചാണ്, കരങ്ങൾ അടിച്ച ദൈവത്തെ സ്തുതിച്ചാണ്, കരങ്ങൾ അടിച്ച ദൈവത്തെ സ്തുതിച്ചാണ്. യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില് ചർച്ചയിൽ വരുമ്പോൾ നിങ്ങൾ പറയും, ഹായ് ബ്രദർ, ഹലോ സിസ്റ്റർ, പ്രൈസ് ദി ലോർഡ്, സുഖമായിരിക്കുന്നു, എല്ലാം ഇരിക്കുന്നു. മാറിയുന്ന ജനം പറയും, സ്തോത്രം, അതെ, ഓ അവനെ നോക്ക്, അവൻ എന്തോ കുറവാ ഉള്ളത്, അവിടെ നോക്ക്, അവർക്ക് എന്തോ കുറവാ ഉള്ളത്. നല്ല ഡ്രസ്സിംഗ് ഉണ്ട്, നല്ല കാര്യം അതുകൊണ്ട്. പക്ഷെ നിങ്ങൾക്ക് അറിയത്തില്ല ഏത് തീയിലൂടെ, ഏത് വെള്ളത്തിലൂടെയാണ് അവൾ യാത്ര ചെയ്തത്. കഴിഞ്ഞ വർഷം അവാർഡ് കിട്ടിയതായ സിനിമ പോലെ 15 സിനിമ എടുത്താലും അവന്റെ ചരിത്രം തീരത്തില്ല. 20 സിനിമ എടുത്താലും അവളുടെ ചരിത്രം തീരത്തില്ല. കാരണം അവൾ അവൾക്ക് വേണ്ടിയല്ല ജീവിച്ചത്, അവന് വേണ്ടിയല്ല ജീവിച്ചത്. അവൻ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുകയായിരുന്നു. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ച്, മറ്റുള്ളവരെ വിതച്ച്, മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്തി, മറ്റുള്ളവർക്ക് വേണ്ടി മറ്റുള്ളവരെ സന്തോഷിപ്പിച്ച്, മറ്റുള്ളവർക്ക് വേണ്ടി സന്തോഷിച്ചുവെങ്കിൽ ഇന്ന് പകൽക്കാലം നിന്റെ മുഖത്തിന്റെ മേക്കപ്പല്ല, നിന്റെ ഹൃദയത്തിന്റെ മുറിവുകൾ, നിന്റെ മനസ്സിന്റെ തകർച്ചകൾ കണ്ട ദൈവം പ്രവചനാത്മാവിൽ ഇന്ന് പകൽക്കാലം എന്നോട് പറയുന്നത്, വിളിച്ചു പറയാൻ ഈ ജനത്തെ നോക്കി, ഇവരുടെ പേരിൽ എനിക്കൊരു കൊയ്ത്ത് ചെയ്യുവാനുണ്ട്. Yes, I sense the presence of God. I sense the presence of God in this place. Come on, worship the Lord. Worship the Lord. Shatamiyati, Shatione, 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 Shatione. നീ മറ്റുള്ളവർ വിതക്കുകയായിരുന്നു. നിനക്കാൽ നന്മ വന്നിട്ടില്ല, നിനക്കാൽ നന്മ കിട്ടിയിട്ടില്ല. നീ ജീവിച്ചത് ഭാര്യയ്ക്ക് വേണ്ടിയാണ്, നീ ജീവിച്ചത് ഭർത്താവിന് വേണ്ടിയാണ്, നീ ജീവിച്ചത് പാരന്റ്സിന് വേണ്ടിയാണ്, നീ ജീവിച്ചത് മറ്റുള്ളവർക്ക് വേണ്ടിയാണ്. ഇന്ന് നീ ഒട്ടഞ്ഞ പാത്രം പോലെ ആയിരിക്കുന്നു. നിന്റെ കുടൽമാല തകർന്നതുപോലെ ആയിരിക്കുന്നു. നിന്റെ ജീവിതം പൊളിഞ്ഞിരിക്കുന്നു. നീ നായിരിക്കുന്നു, നീ വിരൂപമായിരിക്കുന്നു, നീ വികലമായിരിക്കുന്നു. അതേ പറയുന്നു, ഞാൻ വികലമായത്, ഞാൻ വിരൂപമായത്, ഞാൻ തകർന്നത്, എനിക്ക് വേണ്ടി ജീവിക്കാൻ ഞാൻ മറന്നുപോയി. ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി ഞാൻ ജീവിച്ചത് കൊണ്ടാണ്. ഈ ഷേപ്പ്
മേൽ ഞാൻ ആയിത്തീർന്നത്. യേശുവിന്റെ നാമത്തില് മുള്ളുകൾ നിന്നെ കൊത്തുന്നുവെങ്കിൽ, കഠിന ഹൃദയന്മാർ പാറകൾ പോലും നിന്നെ തകർക്കുന്നുവെങ്കിൽ, ഇന്ന് പകർക്കാണ്. നോക്കിക്കേ. ഈ അന്തരീക്ഷത്തിൽ ഒരു കരം ചലിക്കുകയാണ്. ഈ അന്തരീക്ഷത്തിലങ്ങനെ തകർന്നു കിടക്കുന്ന സകലതയെ പണിയുവാൻ ഒരു കരം ചലിക്കുകയാണ്. ഈ അന്തരീക്ഷത്തിൽ ഒരു കരം ചലിക്കുന്നു. ആ കൈയിലേക്ക് നീ ഒന്ന് സൂക്ഷിച്ചു നോക്കിയാൽ, നിനക്ക് ഇന്ന് പകൽക്കാലം കാണുവാൻ കഴിയും. കുശവന്റെ ചക്രം ഈ പകൽ യേശുവിന്റെ നാമത്തിൽ ഈ പ്രാർത്ഥനയുടെ 8ാമത്തെ ദിവസം കുശവന്റെ ചക്രം ഒരിക്കൽ കൂടെ തിരിയുന്നു. ഉടഞ്ഞതിനെ കൊണ്ടുവാ, തകർന്നതിനെ കൊണ്ടുവാ, പൊതുന്നതിനെ കൊണ്ടുവാ, ചിന്തായതിനെ കൊണ്ടുവാ. ഞാനതിനെ ശരിയാക്കട്ടെ എന്ന് പറയുന്നു. സ്തോത്രം. കുശവന്റെ ചക്രം ഒരിക്കൽ കൂടെ തിരിയുന്നുണ്ട്. സഹോദരി സഹോദരന്മാരെ, നിങ്ങൾ പലരും നിനക്ക് വേണ്ടി ജീവിച്ചില്ല. സമൂഹത്തിന്റെ ബോണ്ട് കൊണ്ട്, സമൂഹത്തിന്റെ ചുറ്റുപാട്, നാട്ടുകാരെന്തോ വിചാരിക്കും, വീട്ടുകാരെന്തോ പറയുമെന്ന് വിചാരിച്ച് സ്തോത്രം. അതേ പല 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 പുറത്തു പറവാൻ കഴിയാത്തതായ മുഖങ്ങളുടെ നടുവിൽ കിടന്ന് നീ മുറുകുമ്പോൾ എന്റെ ദൈവം ഇന്ന് പകൽ പറയുന്നു, നോ, എന്നും താഴ്വരയല്ല, തകർച്ചയല്ല. നിന്റെ പേരിൽ നാളെ എനിക്ക് കൊയ്ത്ത് തരുവാൻ ഉണ്ട്. എന്നും വഴിയരികിൽ കിടന്ന് മറ്റുള്ളവരുടെ ചവിട്ട് നീ കൊള്ളത്തില്ല. എന്നും വഴിയരികിൽ കിടന്ന് മറ്റുള്ളവരുടെ ചവിട്ട്, അപ്പന്റെ വീട്ടുകാരുടെ, അമ്മയുടെ വീട്ടുകാരുടെ, ഭർത്താവിന്റെ വീട്ടുകാരുടെ ചവിട്ട് എന്നും മറ്റുള്ളവരുടെ കുറ്റം കേട്ട് നീ കിടക്കത്തില്ല. എന്നും കഠിനമായ പാറ കഠിന ഹൃദയത്തിന്റെ ട്രീറ്റ്മെന്റ് കൊണ്ട് നീ തീർന്നു പോകത്തില്ല. എന്നും മുള്ളിന്റെ കുത്തു വരത്തില്ല. ദൈവം നിനക്ക് വേണ്ടി എഴുന്നേൽക്കുകയാണ്. വിശ്വാസങ്ങൾ കാണുന്ന ദൈവത്തെ സ്തുതിച്ചാണ്. തമ്പുരാൻ നിനക്ക് വേണ്ടി എഴുന്നേൽക്കുകയാണ്. ദൈവം നിനക്ക് വേണ്ടി എഴുന്നേൽക്കുന്നവരുടെ പകരാണ് ഒരു പുതിയൊരു സീസണിന് വേണ്ടി, പുതിയൊരു കൊയ്ത്തിന് വേണ്ടി യേശുവിന്റെ നാമത്തിൽ നിന്റെ പേരിൽ ഒരു കൊയ്ത്തുണ്ട്. നിന്റെ പേരിൽ ടെക്നോപാർക്കിൽ ഒരു കൊയ്ത്തുണ്ട്. നിന്റെ പേരിൽ ജുഡീഷ്യറി ഡിപ്പാർട്ട്മെന്റിൽ ഒരു കൊയ്ത്തുണ്ട്. മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ നിന്റെ പേരിൽ ഒരു കൊയ്ത്തുണ്ട്. PRT-യിലായിരിക്കാം നീ വർക്ക് ചെയ്യുന്ന, അവിടെ നിങ്ങളുടെ പേരിൽ നിനക്കൊരു കൊയ്ത്തുണ്ട്. ഏത് ഓഫീസിൽ നിന്ന് നീ വന്നോ, ഏത് ഡിപ്പാർട്ട്മെന്റിൽ നീ വന്നോ, ഏത് സ്ഥാനത്തോടെ നീ വന്നത്, 210 പഴയ 210 മേടിച്ചായിരിക്കാം നീ കഷ്ടിച്ച് ജയിച്ചു വന്നത്. എന്നാൽ എന്റെ ദൈവം പറയുന്നു, സ്തോത്രം. അതേ രൂപ എങ്ങനെയാണോ കൊയ്ത്തിന്റെ നേരത്ത് അറിയാതെ തോമസിന്റെ വായിലെ കാലെടുത്ത് വെച്ചത് കലാകാക്കാൻ വേണ്ടി വന്നത്, പക്ഷേ ആ നിലപാടുടെ സ്വന്തമായതുപോലെ നിന്റെ പേരിൽ തലമുറയായി നിന്റെ പേരിൽ എന്റെ ദൈവത്തിൽ ഒരു കൊയ്ത്തുണ്ട്. ഇന്ന് പകൽ കാണുന്ന മണ്ഡലമല്ല സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെല്ലാവരും കേൾക്കുന്ന കാണുന്ന മണ്ഡലമല്ല, കാണാത്ത മണ്ഡലങ്ങളിൽ പോലും ഭയങ്കര കൊയ്ത്തുണ്ട്. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് മെൽക്കിഷേദക്കിന്റെ മുമ്പിൽ അബ്രഹാം നിൽക്കുകയാണ്. പുസ്തകം പറയുന്നു, അബ്രഹാം അവന് സകലതിനെ 10 കൊടുത്തു. അബ്രഹാം മെൽക്കിഷേദക്കിന് 10 കൊടുക്കുമ്പോൾ അബ്രഹാമിന്റെ കടിപ്രദേശത്തെ ലേവി ഉണ്ടായിരുന്നു. സ്വർഗത്തിലെ ദൈവം അത് നോക്കി ആ ചിത്രം കണ്ടിട്ട് ഇപ്രകാരം പറഞ്ഞു, കൊടുത്തോടാ അബ്രഹാമേ, കൊടുത്തോടാ പിതാവേ, കൊടുത്തോ. സ്തോത്രം. നിന്റെ പിന്നാലെ ഒരു ലേവി വരുന്നുണ്ട്. 500 കൊല്ലം കൊടുക്കുമ്പോ ഇന്ന് നീ ഒരുത്തന് നുള്ളി കൊടുത്തു എങ്കിൽ, ഒരുത്തന് നീ നുള്ളി കൊടുത്തു എങ്കിൽ 11 ഗോത്രങ്ങൾ ചുറ്റും നിന്ന് അള്ളി കൊടുക്കുവാൻ തക്കോണം. നിന്റെ സന്തതിയുടെ കരങ്ങളെ ഞാൻ കരപ്പെടുത്ത. സോറി, ഞാൻ പറഞ്ഞ തമിഴായി പോയി. ുള്ളിക്കൊടുത്തുവെങ്കിൽ 11 ഗോത്രം നിന്റെ സന്തതിക്ക് അള്ളി തിരിച്ചു തരുവാൻ അർത്ഥം. സ്തോത്രം. നീ അവന് നീ അവനെ അല്പം കൊടുത്തു എങ്കിൽ വാരി തരുവാൻ നീ സഹോദരങ്ങളെ സംഭവിക്കട്ടെ. കരങ്ങൾ യേശുവിന്റെ നാമത്തിൽ.
നൂറുകണക്കിന് വ്യക്തികൾ സ്തോത്രം ഇന്ന് പകൽക്കാലം ഈ വെബ് സ്ട്രീം കാണുന്നുണ്ട്. ഒരു പക്ഷേ മെൽബൺ ഓസ്ട്രേലിയ ആയിരിക്കാം, സിഡ്നി ആയിരിക്കാം, ജോഹന്നസ്ബർഗ് ആയിരിക്കാം, ദുബായ് ആയിരിക്കാം, അല്ല സ്തോത്രം അതെ ലോസ് ഏഞ്ചൽസ് ആയിരിക്കാം, സിൻസിനാറ്റി ആയിരിക്കാം. ഇന്ന് പകൽക്കാലം ഞാൻ ഈ ജനത്തെ നിങ്ങൾ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യട്ടെ. നിങ്ങൾ അവരെ കണ്ടു കാണത്തില്ല, പക്ഷേ I can tell you without any hesitation, എന്റെ നല്ല കാലത്ത് കൂടെ ഇരുന്നതല്ല ഇതിന്റെ പകുതിയിലധികം പേർ. കൊടുങ്കാറ്റുകൾ കടന്നു വന്നപ്പോൾ, തിരമാല കടന്നു വന്നപ്പോ, ഈ പുസ്തകം ഉയർത്താൻ പറ്റത്തില്ലെന്ന് പറഞ്ഞപ്പോ ഈ പട്ടണത്തിൽ വേറെ സഭകളും ശുശ്രൂഷകളും പാസ്റ്റർമാരും ഇല്ലാഞ്ഞിട്ടല്ല, എങ്കിലും ദൈവത്തിന്റെ കൃപയാൽ ഇവർ പറ്റി നിന്നെങ്കിൽ ദൈവത്തിന്റെ കൃപയാൽ അപ്പോസ്തലത്വത്തിൽ നിന്നുകൊണ്ട് പ്രവചന ശബ്ദത്തിൽ ഈ 8-ാം ദിവസം ഞാൻ ഇവരെ അനുഗ്രഹിച്ച് തലമുറയായി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിച്ച് പ്രഖ്യാപിക്കുന്നു. ജനിച്ചതിന് മാത്രമല്ല, ജനിപ്പാതിരിക്കുന്നതിന് ഒരു കൊയ്ത്ത് വെളിപ്പെട്ട് തന്നെയാണ്. കരങ്ങളെടുത്ത് നിങ്ങൾ നന്നായി കരങ്ങളടിച്ച ദൈവത്തെ സ്തുതിക്കുക. നന്നായി വായുകളെ തുറന്ന് അന്തരീക്ഷം മാറുക. ഓ വായു തുറന്ന് അന്യഭാഷ പറയുന്നു. അന്തരീക്ഷം മാറുക. യേശുവിന്റെ നാമത്തിൽ അബ്രഹാമേ സ്തോത്രം, നിന്റെ സന്തതിക്ക് ഇതിന്റെ മുഴുവനായി തിരികെ കിട്ടേണ്ട ഒരു കാലമുണ്ട്. യേശുവിന്റെ നാമത്തിൽ ഓ ഇത് ചെയ്തതിന്, ഇത് വിതച്ചതിന് നിനക്ക് തിരികെ കിട്ടുന്ന ഒരു കാലമുണ്ട്. യേശുവിന്റെ നാമത്തിൽ ഏതെങ്കിലും ഒരു വസ്തു എടുത്ത് വലത്തേക്ക് എറിഞ്ഞാൽ അത് വലത്തേക്ക് പോയി, ഇടത്തേക്ക് എറിഞ്ഞാൽ അത് ഇടത്തേക്ക് പോയി, മുന്നോട്ട് പിന്നോട്ട് എറിഞ്ഞാൽ എറിയുന്ന ദിശയിലേക്ക് പോയി. പക്ഷെ അത് മേലേക്ക് എറിഞ്ഞാൽ സൂക്ഷിച്ചോ, നിന്റെ തലയിൽ വീഴാൻ ചാൻസ് ഉണ്ട്. ഇതുപോലെയാണ് മേലേക്ക് തമ്പുരാന് കൊടുത്താൽ അതേ അളവിലല്ല ന്യൂട്ടന്റെ തലയിൽ ആപ്പിൾ വീണതുപോലെ അതേ അളവിലല്ല തമ്പുരാന് കൊടുത്താൽ നിന്റെ മേൽ വരുന്നത്. തമ്പുരാന് കൊടുത്താൽ ആ അളവിലല്ല വരുന്നത്. BBS കുട്ടികളെല്ലാം നോക്കിക്ക്, പഴയൊരു VBS സോങ് ഉണ്ട്. അമർത്തി കുലുക്കി കവിഞ്ഞു വരുന്ന അളവിലാണ് ദൈവം നിനക്ക് തിരികെ തരാൻ പോകുന്നത്. പ്രൊഫറ്റിക് ചിത്രം നമുക്കൊന്ന് കാണിക്കാമോ? എല്ലാവരും കാണിച്ചാട്ടെ. അമർത്തി എല്ലാവരും മക്കളെ കമാൻ റെഡി 1 2 3 അമർത്തി കുലുക്കിയാട്ടെ. കുലുക്കി അടുത്ത കവിയട്ടെ കവിഞ്ഞു വരുന്ന അളവിൽ. അയ്യോ പലരും കാണിക്കുന്നില്ല. കാണിക്കാത്തവരെല്ലാവരും ഞാൻ പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവന്ന് കാണിപ്പിക്കാൻ വേണ്ടി പോവാ. സ്തോത്രം. എല്ലാവരും അമർത്തി കുലുക്കി കവിഞ്ഞു വരുന്ന അളവില് കർത്താവിന് വേണ്ടി എന്തെങ്കിലും നീ കൊടുത്തുവെങ്കിൽ പണിയെ ടോർച്ചോക്കുന്നതല്ല, ദൈവത്തിന് വേണ്ടി നീ എന്തെങ്കിലും കൊടുത്തെങ്കിൽ ചെയ്തെങ്കിൽ ഓ ജനിച്ചതിന് മാത്രമല്ല ജനിക്കാതിരിക്കുന്നതിനും അമർത്തി കുലുക്കി കവിഞ്ഞു വരുന്നവരാകും. സ്തോത്രം. 3 പേരെ തൊട്ട് വേഗത്തിൽ പറഞ്ഞാട്ടെ, നിങ്ങളുടെ പേരിൽ ഒരു കൊയ്ത്തുണ്ടെന്ന്. നിങ്ങളുടെ പേരിൽ ഒരു കൊയ്ത്തുണ്ട്. നിങ്ങളുടെ പേരിൽ ഒരു കൊയ്ത്തുണ്ട്. നിങ്ങളുടെ പേരിൽ ഒരു കൊയ്ത്തുണ്ട്. ഒരു നല്ല നിലത്തെ പരിചയപ്പെടുത്തി പെട്ടെന്ന് ഞാൻ ഇരിക്കട്ടെ. സ്തോത്രം. നല്ല നിലത്തെ, അയ്യോ അതിനെ ഉഴുതു മറിച്ചിട്ടൊക്കെയാ, അതിന് അല്പം പോലും കട്ടയില്ല, അതിനെ ഉഴുതു മറിച്ചിട്ടൊക്കെയാ. മീഖാ പ്രവാചകൻ പറയുന്നു, അത് ഉഴുതു മറിച്ചിട്ട സ്തോത്രം അതേ വയൽ പോലെ ആകുന്ന. എന്താണ് ആ സ്തോത്രം? ആ വയൽ അത് ഗദശമന മുതലേ അത് ഉഴുതു മറിയപ്പെട്ടതാ. ഗദശമന മുതലേ അത് ഉഴുതു മറിയപ്പെട്ടതാ. അതിനുശേഷം ഗബദായിൽ കൊണ്ടുവന്ന് 600 പടയാളികൾ ഇടവും വലവും നിന്ന് അടിച്ച് അവനെ ഇതാ ഉഴുതു മറിച്ചിട്ടകിയ. സ്തോത്രം. ചാട്ടവാർ കൊണ്ട് സ്തോത്രം അത് അടിക്കുമ്പോൾ അവന്റെ ശരീരത്തിൽ ചാട്ടവാർ ചുറ്റും. അതിന്റെ അറ്റത്ത് സ്തോത്രം മൃഗങ്ങളുടെ പല്ലുകളും അസ്ഥി കഷങ്ങളുണ്ട്. അതുകൊണ്ട് വലിച്ചിങ്ങനെ പിടിക്കുമ്പോൾ പച്ച തുണിപ്പിച്ച് ചീന്തി വരുന്നത് പോലെ മാംസപാളികൾ തകർന്ന് തെറിച്ച് പുറത്തേക്ക് കടന്നു വരും. അപ്പുറത്ത് നിൽക്കുന്ന വാടകയിലെ വലിച്ചു കീറുന്നത് പോലെ മാംസപാളികൾ ആർക്കോ വേണ്ടിയല്ല, നിനക്ക് വേണ്ടി സഹോദരിയെ, നിനക്ക് വേണ്ടി സഹോദരനെ യേശുവിന്റെ ശരീരത്തിൽ തകർക്കപ്പെട്ട് 39 പ്രാവശ്യം അടിപ്പിണറുകളെന്നറിയപ്പെട്ടപ്പോൾ സ്തോത്രം ചില ചരിത്രകാരന്മാർ പറയുന്നു, എന്റെ കുടൽമാലിയുടെ ഒരു അംശം പോലും പുറത്തേക്ക് തള്ളി നിന്നു എന്ന്. ഓ, ഒരു മനുഷ്യനെ കണ്ടാൽ അത് ദാരുണമായിരുന്നു. അത് മറയ്ക്കുവാൻ വേണ്ടിയാണ് ധൂമ്രവസ്ത്രം ധരിപ്പിച്ചവനെ പുറത്തേക്ക് കൊണ്ടുവന്നത്. അവന്റെ മുറിവിനൊന്ന് മറയ്ക്കാം എന്ന് വിചാരിച്ചതാണ്. പകൽക്കാലം മേക്കപ്പ് കൊണ്ടും ഡ്രസ്സ് കൊണ്ടും ഡിഗ്രി കൊണ്ടും പദവി കൊണ്ടും
നിന്റെ മുറിവിനെ മറയ്ക്കാമെന്ന് ആരെങ്കിലും വിചാരിക്കുന്നെങ്കിൽ നോ. മനുഷ്യൻ മുഖത്തെ കാണുന്നു, കാണേണ്ടവൻ നിന്റെ ഹൃദയത്തെ കാണുന്നു. മനുഷ്യൻ നിന്റെ മുഖത്തെ കാണുന്നു, കാണേണ്ടവൻ നിന്റെ ഹൃദയത്തെ കാണുന്നു. ഈ പ്ലാറ്റ്ഫോമിൽ ആരും കുരിശ് പറഞ്ഞില്ലല്ലോ കർത്താവ്, ഈ പ്ലാറ്റ്ഫോമിൽ ആരും ക്രോസ് പറഞ്ഞില്ലല്ലോ. കരങ്ങളെ ഉയർത്തി കർത്താവ് നൽകുന്ന പദവിക്ക് പ്രബോധനമായി ദൈവത്തെ സ്തുതിച്ചാണ്. Thank you for the cross of Jesus. കർത്താവ് യേശു ക്രിസ്തു തകർക്കപ്പെട്ടു, വീണം എഴുന്നേറ്റും വീണം എഴുന്നേറ്റും വീണം എഴുന്നേറ്റും വീണം എഴുന്നേറ്റും യെരൂശലേം പട്ടണത്തിലൂടെ അവർ ക്രൂശുമായി നടക്കുകയാണ്. 300 പൗണ്ട് വരെ ആ ക്രൂശിന് വെയിറ്റ് ഉണ്ടായിരുന്നുവെന്ന് ചില ചിന്തകന്മാർ പറയുന്നു. അർത്ഥം 125 കിലോഗ്രാം വെയിറ്റ്, 125 കിലോഗ്രാം വെയിറ്റ് ഉള്ളതായ ഭാരമുള്ള ആ ക്രൂശുമായി ആ ഉഴുതു മറിച്ചതായ നല്ല നിലം, ആ ഉഴുതു മറിച്ചതായ നല്ല നിലം ആർക്കോ വേണ്ടിയല്ല, നിനക്ക് വേണ്ടി. പകൽ ജീവിത ഭാരവുമായി ആരെങ്കിലും വന്നെങ്കിൽ, ഭാവിയെ കുറിച്ച് ഭാരവുമായി എനിക്കൊരു ജീവിതമുണ്ടോ, എനിക്കൊരു നല്ല കാലമുണ്ടോ, എനിക്കിനിയും നല്ല കാലമുണ്ടോ, എനിക്കൊരു ജീവിതമുണ്ടോ, എനിക്കൊരു നല്ല ദിവസം ഉണ്ടോ എന്ന് വിചാരിച്ച ആരെങ്കിലും ഭാരപ്പെട്ട് വന്നെങ്കിൽ സ്തോത്രം, നിന്റെ ഭാരം ഏറ്റെടുത്ത് വേച്ച് വേച്ച് വിറയ്ക്കുന്ന പാദങ്ങളോടെ ആ ക്രൂശിൽ ചുമന്ന് യേശു കർത്താവ് കടന്നു പോയി വീണ്ടും എഴുന്നേറ്റ് മുന്നോട്ട് പോകുകയാണ്. ചരിത്രം പറയുന്നു, വേദപുസ്തകം പറയുന്നു, at a particular place, ഒരു പ്രത്യേക സ്ഥലത്ത് ആ ക്രൂശ് ടോട്ടലി അവന്റെ മേലങ്ങ് വീഴ്ത്തപ്പെട്ടു. ആ ക്രൂശ് മുഴുവനായി യേശുവിന്റെ മേൽ വീഴ്ത്തപ്പെട്ടപ്പോൾ he totally collapsed underneath the cross. ആ ക്രൂശിന് കീഴിൽ അവൻ ടോട്ടലി അങ്ങ് അമർന്നു. കുരിശ് യേശുവിന്റെ മീതെ വീണു. മക്കളെ, എന്നെ സഹിച്ചേ പറ്റത്തുള്ളതാ, എനിക്കിതൊക്കെ പറയാനേ അറിയത്തുള്ളൂ. എനിക്ക് നിങ്ങൾ തുള്ളിച്ചാടിപ്പിക്കാൻ അറിയത്തില്ല, എനിക്ക് വേറെ പ്രോസ്പെക്ട് പറയാൻ അറിയത്തില്ല, എനിക്കിത് പറയാനേ അറിയത്തുള്ളൂ. ഓ ഗ്ലോറി, ക്രോസ് അവന്റെ പുറത്ത് സ്തോത്രം അതേ വീഴ്ത്തപ്പെട്ടപ്പോൾ, ക്രോസ് അവന്റെ കുരിശ് അവന്റെ പുറത്ത് വീഴ്ത്തപ്പെട്ടപ്പോൾ പലരും പറഞ്ഞു ഇനി അവൻ എഴുന്നേൽക്കത്തില്ല, ഇനി അവൻ എഴുന്നേൽക്കത്തില്ല, ഇനി അവൻ എഴുന്നേൽക്കത്തില്ല. എന്റെ പകൽ നിന്നെ നോക്കി ഞാൻ പറയട്ടെ, പല കുരിശ് നിന്റെ മീതെ വീണപ്പോൾ, പലതും നിന്റെ മീതെ വീണപ്പോ പലരും പറഞ്ഞതാണ് ഇതോടെ തീർന്നു. പലരും പറഞ്ഞു ഇതോട് അവസാനിച്ചു. പലരും പറഞ്ഞു ഇത് ഇനി നീ പോങ്ങത്തില്ല, ഇതോടെ നീ ഫീൽഡ് ഔട്ടോ, ഇതോടെ തീർന്നോ. എന്നാൽ ഇന്ന് പകൽക്കാലം പരിഹസിക്കുന്ന മനുഷ്യനെ നടത്തുന്ന പാതാള ഗോപുരങ്ങളെയും നോക്കി എന്റെ കർത്താവ് പറഞ്ഞു, ഞാൻ എന്റെ സഹന പണിയും പാതാള ഗോപുരങ്ങളെ ജയിക്കയില്ല. അക്രൂശുമായി കർത്താവ് യേശു ക്രൂശിന് അടിയിൽ കിടക്കുമ്പോൾ പടയാളികൾ വിചാരിച്ചു he's going to die, he's going to die underneath the cross. ആ ക്രൂശിന് കീഴിൽ അവൻ ഇതാ മരിക്കുവാൻ വേണ്ടി പോകുകയാണ്. നീ തൊലയുമെന്നാണ് പലരും വിചാരിച്ചത്, ആത്മഹത്യ എന്നാ പലരും വിചാരിച്ചത്, നീ ഉളമാരക്കയറുമെന്നാ പലരും വിചാരിച്ചത്. പക്ഷെ ഇന്ന് പകൽക്കോലും പിശാച് നിന്റെ ഷൂസിന്റെ കീഴിലാണ്, നിന്റെ ചപ്പലിന്റെ കീഴിലാണ്. കാരണം പരിശുദ്ധാത്മാവ് നിന്റെ മേല, ദൈവ മഹത്വം നിന്റെ മേല വിശ്വസിക്കുന്നവർ കരങ്ങളടിച്ച് ഇല്ലെങ്കിൽ അവൻ അവിടെ കിടന്ന് മരിച്ചു പോകും. സ്തോത്രം. അത് ജോസഫസ് പറയുന്നു, ചരിത്രകാരൻ പറയുകയാണ്, ഇറ്റ്സ് സച്ച് എ മിറക്കിൾ, അത് വലിയൊരു അത്ഭുതമാണ്. അവൻ വിപ്പിംഗ് പോസ്റ്റിൽ വെച്ച് മരിക്കാത്തത്, ആ ചാട്ടവാർ കൊണ്ട് അടി കൊണ്ടപ്പോ അവൻ മരിക്കാത്തത് ഒരു അത്ഭുതമെന്ന് ഞാൻ പറഞ്ഞു. നിങ്ങൾ കേട്ടിട്ടുണ്ട്, തൂത് നിറവേറാതെ മരത്തിന്മേൽ തൂങ്ങുന്നവൻ ശപിക്കപ്പെട്ടവൻ. അർത്ഥം മരത്തിന്മേൽ അവൻ തൂങ്ങാതവൻ മരണമില്ല. അർത്ഥം തൂത് നിറവേറാതെ നിനക്ക് മരിക്കത്തില്ല. സ്തോത്രം. രണ്ടുപേർക്ക് ഹൈഫൈ കൊടുത്ത് പറ, ദൂതുകൾ നിറവേറാനുണ്ട്. പറ, ദൂത് നിറവേറാനുണ്ട്, ദൂത് നിറവേറാനുണ്ട്. ഇന്ന് പകൽ കോല് പോലെ ഞാൻ നിന്റെ മുമ്പിൽ നിന്ന് പ്രസംഗിക്കണമെങ്കിൽ അർത്ഥം ചില ദൂത് കൂടെ നിറവേറാനുണ്ട്. നോർത്ത് കൊറിയയുടെ ഹൈഡ്രജൻ ബോംബ് നിന്റെ തലയിൽ വീണാലും അത് റബ്ബർ ബോൾ പോലെ തെറിച്ചു പോകും. ദൂത് നിറവേറാതെ നിന്റെ ജീവൻ നിന്റെ ശരീരത്തിൽ നിന്ന് പോകുന്നില്ല.
തകർന്ന് കിടക്കുന്നവനെ നോക്കി സ്തോത്രം അതേ പടയാളികൾ പറഞ്ഞു ഈ ക്രൂശ് പോകണം, അല്ലെങ്കിൽ നമ്മൾ സ്തോത്രം അതെ, അല്ലെങ്കിൽ അവൻ മരിച്ചു പോകും. കാരണം ദേശാധിപതി ഗവർണർ പറഞ്ഞിരിക്കുന്നു അവനെ കൊണ്ടുപോയി വഴിയിലിട്ട് കൊല്ലാനല്ല, അല്ലെങ്കിൽ കുറ്റം നമ്മുടെ മേൽ വരും, നമ്മളെ പിടിച്ച് അവസാനം ക്രൂശിക്കും. സ്തോത്രം നമ്മളെ അവസാനം പണി മാത്രമല്ല പോകുന്നത്, ജീവനും കൂടെ പോകും. അതുകൊണ്ട് സ്തോത്ര കൽപ്പന കിടക്കുന്നത് ക്രൂശ് പൊങ്ങിയാലേ ഇവന് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഞാൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ തിരുവനന്തപുരം ബുദ്ധിയിൽ ഞാനിങ്ങനെ പറഞ്ഞേനെ, ഹേ എന്തിനാ ഇങ്ങനെ നോക്കി നിൽക്കുന്ന, വാ 4 പേര് വന്ന് ഈ ക്രൂശിനെ ഒന്ന് എടുക്ക്, ഈ 4 പേർ വന്ന് ക്രൂശിനെ എടുക്ക്. അപ്പോഴാണ് അവര് പറയുന്നത്, ഹേ സുരേഷേ, ഞങ്ങളെ കുറിച്ച് എന്താ വിചാരിച്ചത്? ഞങ്ങൾ റോമൻ ഉദ്യോഗസ്ഥരാണ്, ഞങ്ങൾ പടയാളികളാണ്, ഞങ്ങൾ റോമൻ സാറന്മാരാണ്, ഞങ്ങൾ റോമൻ ഉദ്യോഗസ്ഥർ, ഞങ്ങൾ റോമൻ സാറന്മാരാണ്. ഞങ്ങൾക്ക് ക്രൂശ് എടുക്കുന്നത് ഇച്ചിച്ചിയാണ്. അപ്പൊ ഞാൻ പറയുന്നത്, ഹേ റോമൻ പടയാളികൾ വരുന്നില്ല, കുറച്ച് യഹൂദന്മാർ വന്ന് നല്ല മസിലുള്ള 10 യഹൂദന്മാർ ഈ ക്രൂശിനെ എടുക്കുക. അപ്പൊ അവര് പറയും, ഞങ്ങളുടെ കുടുംബം ഏതെന്നറിയാത്തത് കൊണ്ടാണ് നീ ഈ ഞങ്ങളെ വിളിക്കുന്നത്. ഞങ്ങളുടെ കുടുംബം ഏതെന്നറിയോ? അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്, യോസെഫ് എന്ന് കേട്ടിട്ടില്ലേ? ഞങ്ങൾ വലിയ കുടുംബക്കാരാണ്. വലിയ കുടുംബക്കാരായ ഞങ്ങൾക്കും ഈ കയ്യടിയും തുള്ളിച്ചാട്ടവും ഇഷ്ടമല്ല. ഞങ്ങൾ വരത്തില്ല. പക്ഷെ ചുക്കില്ലാത്ത കഷായമില്ലല്ലോ കുഞ്ഞെ എന്ന പോലെ വേണ്ട ഒരുത്തൻ വയലിൽ നിന്ന് വരികയാ. രാവിലെ 8 മണിക്ക് വയലിൽ നിന്ന് ഒരുത്തൻ വരിക. മറക്കല്ല് വിഷയം നാളത്തെ കൊയ്ത്ത്. വയലിൽ നിന്ന് വയലിന്റെ നാറ്റവും കൊണ്ട് ഒരുത്തൻ വരുന്നുണ്ട്. വയലിന്റെ നാറ്റം കൊണ്ട് പൊളിഞ്ഞു കിടക്കുന്ന വയലിനെ പൊക്കാൻ, പൊളിഞ്ഞു കിടക്കുന്ന വയലിനെ സഹായിപ്പാൻ വയലിൽ നിന്നൊരുത്തൻ വരുന്നുണ്ട്. ഒരു വയലിൽ നിന്ന് മറ്റൊരു വയലിലേക്ക്. ശിമോനെ കൊള്ളാലടാ, ഹീസ് ഫ്രം സിറനി. അവൻ വന്ന സിറിയ, അവൻ സിറനി എന്നറിയപ്പെടുന്ന, കുറേന്യ എന്നറിയപ്പെടുന്ന സ്ഥലത്താണ്. കുറേന്യക്കാരനായ സ്തോത്രം ശിമോനിത വയലിലേക്ക്, വയലിൽ നിന്ന് വരികയാണ്. വയലിലേക്ക് പോകുകയല്ല, വയലിൽ നിന്ന് വരിക. രാവിലെ 8 മണിയാകുന്ന 9 മണിക്ക് കർത്താവ് യേശുവിനെ ക്രൂശിച്ചു. സ്തോത്രം ഇപ്പൊ മിനിമം 1 മണിക്കൂർ മുൻപാണ്. രാവിലെ 8 മണിയാകുമ്പോഴേക്കും കർത്താവ് യേശു ക്രിസ്തു സ്തോത്രം യേശുവിനെ ഇതാ കൊണ്ടുപോയി. രാവിലെ 8 മണിയായപ്പോഴേക്കും അവൻ വയലിലെ പണി തീർത്തിട്ട് പുള്ളി വരികയാണ്. രാവിലെ 8 മണിക്ക് അതിരാവിലെ തിരുസന്നിധി എന്നല്ല ഞാൻ പറയുന്നത്. അവൻ രാവിലെ വയലിൽ ജോലി തീർക്കണമെങ്കിൽ എപ്പോൾ അവൻ ഉറക്കം എണീറ്റിരിക്കും? കുട്ടികൾക്ക് വേണ്ടി ഞാൻ പറയട്ടെ, അവൻ രാവിലെ വയലിലെ പണി തീർക്കണമെങ്കിൽ എപ്പോൾ എണീറ്റിരിക്കും? കേൾക്കണം, സ്തോത്രം കേൾക്കണം. അതെ, അതിനർത്ഥം ഉഴപ്പന്മാർക്ക് ഈ പരിപാടി ചുമക്കാൻ പറ്റത്തില്ല. ഇന്നലെ ഞാൻ ഉറങ്ങിയപ്പോൾ 3:30. ഉഴപ്പന്മാർക്ക് ഈ പരിപാടി പറ്റത്തില്ല. അയ്യോ, എന്തൊരു ശാന്തത കർത്താവേ! ഏത് ഭൂതമായി അവരുടെ വായില് സ്തോത്ര ചക്കര കിട്ടത് കർത്താവേ! ഹല്ലേലൂയ, സ്തോത്രം. ഒളിപ്പിരിക്കുന്ന എല്ലാവരും ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഉഴപ്പന്മാർക്ക് ഇത് പറ്റത്തില്ല. സന്തോഷമുള്ളവർ കരങ്ങളെ ചലിപ്പിച്ച് ദൈവത്തെ സ്തുതിക്കുക. വയലിൽ നിന്ന് വരികയാണ്. രാവിലെ എഴുന്നേറ്റ് വയലിൽ പോയി വയലിലെ ജോലി തീർത്തിട്ട് ഈ പുള്ളി വരികയാണ്. പുള്ളി താണവർഗത്തിൽപ്പെട്ടവനാണ് കേട്ടോ, കാരണം ആഫ്രിക്കക്കാരനാണ്. പുള്ളി കറമ്പനാണ് കേട്ടോ, കറമ്പനായ സ്തോത്രം ഇവൻ വരികയാണ്. ആഫ്രിക്കക്കാരനായ സിറനി അവൻ വരികയാണ്. റോമ സാമ്രാജ്യത്തിലെ പടയാളികളെ കാലത്ത് അവർ വിളിച്ചിരുന്ന സർ എന്നാണ്, സർ എന്നാണ്. എന്നിതാ സ്തോത്രം വയലിൽ നിന്ന് വരുന്നതായ സമയത്ത് സ്തോത്രം അതേ ആ താണവർഗത്തിൽപ്പെട്ടതായ ആ വയലിൽ ജോലി ചെയ്യുന്ന അവനെ കണ്ടപ്പോൾ സാറന്മാർ പറഞ്ഞു, ഒരുത്തം വരുന്നു. അവനെ വിളിച്ചിട്ട് പറഞ്ഞു, ആഫ്രിക്കക്കാരനെ വന്നാട്ടെ, വാ ഒരു ജോലിയുണ്ട്. സാറ് വിളിച്ചാൽ മിക്കവാറും കൂലിയില്ല. സ്തോത്രം. അപ്പൊ ഇവനാണെങ്കിൽ 2 ആൺപിള്ളേരാണ്. മൂത്തവൻ
റൂഫോസ് രണ്ടാമത്തവൻ അലക്സാണ്ടർ വീട്ടിലേക്ക് ഓടുകയായിരുന്നു പിള്ളേരുടെ അടുത്ത് പോകാൻ. വയലിന്റെ ജോലി തീർത്തിട്ട് വീട്ടിലേക്ക് ഓടി അലക്സാണ്ടർ റൂഫസിന്റെ കൂടെ ഇരിപ്പാൻ അവൻ ഓടുമ്പോഴാണ്, വയലിൽ നിന്ന് പോകുമ്പോഴാണ് വഴിയിൽ ഇടർച്ചക്കല്ല് പോലെ തകർന്നു കിടക്കുന്ന വേറൊരു വയലിൽ പുള്ളി ചെന്ന് പെട്ടത്. ആൾക്കാരെ മാറ്റിക്കൊണ്ടിരുന്ന് നോക്കുമ്പോൾ ക്രൂശിന്റെ കീഴിൽ ഒരുത്തിന് തകർന്നു കിടക്കുക. നോക്കുമ്പോൾ ക്രൂശിൽ മുഴുവൻ രക്തക്കറ ഇങ്ങനെ ഒരുപാട് പറ്റിയിരിപ്പുണ്ട്. അതിൽ ചില ചെറിയ മാംസ കഷ്ണങ്ങൾ ഇങ്ങനെ പറ്റിയിരിക്കുന്ന വൃത്തിയില്ലാത്ത കുരിശ്. അടുത്തിരിക്കുന്നവരെ നോക്കി പറഞ്ഞാട്ടെ, വൃത്തിയില്ലാത്ത കുരിശ്, ക്രോസ്, വൃത്തിയില്ലാത്ത ക്രൂശ്. നിന്റെ ജീവിതം വൃത്തിയാകുവാൻ, നിന്റെ ചിന്ത വൃത്തിയാകുവാൻ, നിന്റെ രഹസ്യവും പരസ്യവും വൃത്തിയാകുവാൻ, നീ വൃത്തിയുള്ളവനാകുവാൻ വൃത്തിയില്ലാത്ത ക്രൂശ്. ആ ക്രൂശിനകത്ത് വൃത്തിയില്ലാതെ കിടക്കുക. സ്തോത്രം. പടയാളികൾ പറഞ്ഞു, സ്തോത്രം, അതെ ഈ ക്രൂശ് എടുക്ക. ഇപ്പോഴാണ് ആ അപ്പൻ ശിമോന്റെ ഹൃദയം കത്തിയത്. അയ്യോ, വീട്ടിൽ 2 പിള്ളേരുണ്ടല്ലോ, അലക്സാണ്ടറും രൂപോസും പപ്പയാക്കുന്ന എനിക്ക് വേണ്ടി കാത്തിരിക്കുക. പക്ഷേ ഇവിടെ ഈ സാറന്മാർ പറയുന്നു, ടേക്ക് അപ്പ് ദിസ് ക്രോസ്, ഈ ക്രൂശ് എടുക്ക്. ചുറ്റും നിൽക്കുന്ന പലരും പറയുന്നു, മരിച്ചെന്നാ തോന്നുന്നു, ഒരു അനക്കമില്ല, ഒരു ചലനമില്ല. വൃത്തിയില്ലാത്ത ക്രൂശ് കുനിഞ്ഞെടുക്കുമ്പോൾ അപ്പൻ ഇപ്രകാരം ചിന്തിച്ചു കാണാം, മക്കളെ, അലക്സാണ്ടറെ, പപ്പ ഇന്ന് ലേറ്റ് ആകൂടാ. രൂഫസേ, നിന്റെ ഹോംവർക്ക് ചെയ്യാൻ നിന്നെ സഹായിക്കാൻ വരാം, നേരത്തെ വരാന്ന് പറഞ്ഞതാ. പക്ഷെ പപ്പ ഇന്ന് ലേറ്റ് ആകൂടാ. പപ്പ ഇന്ന് ലേറ്റ്, കാരണം നോക്ക്, വൃത്തിയില്ലാത്ത ഒരു കുരിശ് എന്നെ ലേറ്റ് ആക്കുക. ഇതാ സ്തോത്രം, കൂലിയില്ലാത്ത വേദന. അവൻ ആ ക്രൂശും എടുത്ത് മാറുമ്പോൾ ആ ക്രൂശിനടിയിൽ തകർന്ന് കിടന്നവൻ ഒന്ന് ചലിച്ച് ചുറ്റും നിന്ന ജനം പറഞ്ഞു, ചത്തിട്ടില്ല, ജീവനോടെയുണ്ട്. വെച്ച് യേശു എഴുന്നേറ്റു. അവന്റെ ഉഴവ് ചാലുകൾ, അവന്റെ പുറം മുഴുവൻ ഉഴവ് ചാലുകൾ പോലെ, കലപ്പ വെച്ച് ഉഴുതു മുറിച്ചിട്ടതായ ഉഴവ് ചാലുകൾ പോലെ കർത്താവ് യേശുവിന്റെ പുറം മുഴുവൻ ചാലുകൾ കൊണ്ട് നിറഞ്ഞിരുന്ന. സ്തോത്രം. കേൾക്കുന്നവർ കരങ്ങളെ ചലിപ്പിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ടെ. വയലിൽ പണിയെടുത്തവന് മനസ്സിലായി, അയ്യോ ഇത് നോക്ക്, ഇത് ഉഴവച്ചാല് പോലെ ഉണ്ട്. ഇത് പകൽക്കാലം എന്നെ കേൾക്കുന്നു, അവസാനത്തെ രോഗിയും കേൾക്കട്ടെ, നിന്റെ രോഗം മാറി അത്ഭുതകരമായി ഇന്ന് പകൽക്കാലം നീ സൗഖ്യമാകുവാൻ കർത്താവ് യേശു ക്രിസ്തു അടിപ്പിണരാൽ നിന്റെ രോഗങ്ങളെ ഏറ്റെടുത്ത്. തകർന്ന യേശു മുന്നിൽ നടന്നു. തകർന്ന യേശു മുന്നിൽ നടക്കുമ്പോ ശിമോൻ ക്രൂശുമായി പിന്നിൽ നടന്നു. സ്തോത്രം. പിന്നിൽ നടക്കുമ്പോൾ ശിമോൻ ഇപ്രകാരം കേൾക്കണം. പിന്നിൽ നടക്കുമ്പോൾ ശിമോൻ ഇപ്രകാരം ചിന്തിച്ചു കാണാം, പെട്ടെന്നൊന്ന് പോയിരുന്നെങ്കിൽ എന്റെ പിള്ളേരെ പെട്ടെന്ന് കാണാമായിരുന്നു, പെട്ടെന്നൊന്ന് നടന്നു പോയിരുന്നെങ്കിൽ, സ്തോത്രം, പെട്ടെന്ന് എനിക്ക് വീട്ടിൽ പോയി പിള്ളേരെ കാണാമായിരുന്നു. എന്നാൽ മുന്നിൽ നടക്കുന്ന യേശുവിന്റെ ചിന്ത നോക്ക്. കേക്ക്. മുന്നിൽ നടക്കുന്ന യേശു ഇപ്രകാരം പറഞ്ഞാണ്, ഹേ ശിമോനെ, നിന്റെ തോളിലിരിക്കുന്നതായ കുരിശ് അത് ശാപത്തിന്റെ ചിഹ്നമെങ്കിലും, നിന്റെ തോളത്തിരിക്കുന്ന കുരിശ് അത് ശാപത്തിന്റെ ചിഹ്നമെങ്കിലും, നിന്റെ തോളത്തിരിക്കുന്ന കുരിശ് അത് ശാപത്തിന്റെ ചിഹ്നമെങ്കിലും, ഞാൻ ശാപത്തെ അനുഗ്രഹമാക്കുന്ന ദൈവമാണ്. ഞാൻ ആബ്രഹാമാക്കിയവനാണ്, ഞാൻ യാക്കോബിനെ ഇസ്രായേലാക്കിയവനാണ്. നിന്റെ തോളത്തിരിക്കുന്നതായ ആ ചിഹ്നം, ആ കുരിശ് ശാപത്തിന്റെ ചിഹ്നമെങ്കിലും, ഞാൻ നിന്നെ മാത്രമല്ല, സ്തോത്രം, നിന്റെ തലമുറകളെയും ഞാൻ ധന്യമായി അനുഗ്രഹിക്കുകയാണ്. നിന്നെ മാത്രമല്ല, നിന്റെ തലമുറകളെയും ഞാൻ ധന്യമായി അനുഗ്രഹിക്കുക. രാവിലെ ഫസ്റ്റ് സർവീസിന് എന്റെ അറിവിൽ ഏറ്റവും കുറഞ്ഞ 2 ഗർഭിണികൾ ഉണ്ടായിരുന്നു. ഇന്ന് പകൽക്കാലം ഗർഭത്തിൽ ശിശുക്കളെ സ്തോത്രം ചുമന്ന് വന്ന അമ്മമാരുടെ ഞാൻ പറയട്ടെ, ജനിച്ചതിന് മേൽ മാത്രമല്ല, ഗർഭത്തിൽ കിടക്കുന്നതിന് മേൽ മാത്രമല്ല, ജനിക്കാൻ ഇരിക്കുന്നതിന് മേൽ ദൈവത്തിന്റെ അനുഗ്രഹം, ദൈവകൃപയാൽ വെളിപ്പെടുക തന്നെ ചെയ്യുക. കരങ്ങളടിച്ച് നിങ്ങൾ നന്നായി കരങ്ങളടിച്ച് ആർത്തിട്ട് ദൈവത്തെ സ്തുതിച്ച്
പുസ്തകം പറയുന്നു ശീമോൻ ക്രൂശിച്ചു വന്ന്. I don't know 200 മീറ്റർ ആണോ 400 മീറ്റർ ആണോ, പക്ഷെ എന്താ സംഭവിച്ചത്? റോമർ 16:13 അടുത്ത സെഷന് മുമ്പ് വായിച്ചു നോക്കണം. റോമർ 16:13 വായിക്കുമ്പോൾ ശീമോൻ എന്ന അപ്പൻ ക്രൂശിച്ചു വന്നത് കൊണ്ട് രൂഫോസ് എന്ന മൂത്ത മകൻ സഭയ്ക്ക് ബിഷപ്പായി തീർന്നു. മൂത്ത മകൻ സഭയ്ക്ക് ബിഷപ്പായി തീർന്നു. അലക്സാണ്ടർ എന്ന രണ്ടാമത്തെ മകൻ സ്തോത്രം അതെ ഗവർണറായി തീർന്നു. പൗലോസ് അവർക്ക് ഇതാ റോമർക്ക് എഴുതിയ സഭയ്ക്ക് റോമർക്ക് ലേഖനം എഴുതുമ്പോൾ പറയുന്നു, അവന്റെ അമ്മയെ എന്റെ അമ്മയായി എന്റെയും അമ്മയാകുന്ന അവന്റെ അമ്മ. എത്രയൊക്കെ മനസ്സിലായി ഞാൻ പറയുന്നേ? അവന്റെ അമ്മയാകുന്ന ആ അമ്മയെ നോക്കി പൗലോസ് പറയുകയാണ്, അവന്റെ അമ്മ മാത്രമല്ല, അത് എന്റെയും അമ്മയാണ്. കുറേക്കാരനായ ശീമോന്റെ ഭാര്യയെ കുറിച്ച് പൗലോസ് വിളിക്കുകയാണ്, അത് എന്റെയും അമ്മയാണ്. അയ്യോ, എത്ര പേരുണ്ട്, ആരും മിണ്ടുന്നില്ലല്ലോ. എന്റെ കർത്താവ് ഒന്ന് മനസ്സിലാക്കി കൊടുക്കണമേ. കുറേക്കാരനായ ശീമോന്റെ ഭവനത്തിന്റെ അന്തരീക്ഷത്തെ ദൈവം മാറ്റിയെന്ന് ശ്രേഷ്ഠ അപ്പോസ്തലനായ പൗലോസ് പോലും പറയുന്നു. ആ ആഫ്രിക്കക്കാരി, ആ കറുത്ത പെണ്ണുപിള്ള, അവർ എന്റെ അമ്മയാണെന്ന്. യേശുവിന്റെ നാമത്തില് പൗലോസ് ആ ഭവനത്തിൽ പോയിരിക്കും, പൗലോസ് ആ ഭവനത്തിൽ പാർത്തിരിക്കും, അവിടുത്തെ ഹോസ്പിറ്റാലിറ്റി അവൻ അനുഭവിച്ചിരിക്കും. അർത്ഥം യേശുവിന്റെ നാമത്തിൽ നാളെ ഇന്ന് കുറിച്ചിട്ട് വന്നാൽ നാളെ നിന്റെ പേരിൽ ഒരു കൊയ്ത്തുണ്ട്. കേൾക്കുന്നവർ കരങ്ങളെ ചലിപ്പിച്ച ദൈവത്തെ നന്ദി പറഞ്ഞാൽ സ്തോത്രം. പൗലോസ് പറയുന്ന അവന്റെ അമ്മ എന്റെ അമ്മയാണ്. അലക്സാണ്ടർ സ്തോത്രം അതെ അവൻ ഗവർണറായി, രൂഫോസ് വന്ന് ബിഷപ്പായി. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ, കർത്താവിന് വേണ്ടി നിങ്ങൾ നിന്നു എങ്കിൽ, ദൈവത്തിന് വേണ്ടി നിങ്ങൾ ചെയ്തു എങ്കിൽ, ദൈവത്തിന് വേണ്ടി അധ്വാനിച്ചു എങ്കിൽ, സ്തോത്രം നീ മാത്രമല്ല നിന്റെ തലമുറയും ദൈവത്തിന്റെ കൃപയാൽ അനുഗ്രഹിക്കപ്പെടുവാൻ വേണ്ടി പോകുന്നു. ഇന്ന് ഏതോ കുഞ്ഞു നിന്റെ ഹൃദയത്തിന് ഭാരമായിരിക്കാം. ഇന്ന് ഏതോ വ്യക്തി നിന്റെ ജീവിതത്തിന് ഏറ്റവും വലിയ വ്യഥയും വേദനയും തരികയായിരിക്കാം. പക്ഷെ യേശുവിന്റെ നാമത്തിൽ സ്തോത്രം, നാളത്തെ കൊയ്ത്ത് ദൈവത്തിന്റെ കൃപയാൽ കർത്താവ് നിന്റെ ജീവിതത്തിൽ നിനക്കായി ദൈവത്തിന്റെ നാമത്തിന്റെ മഹത്വത്തിനായി നാളെ ഒരു കൊയ്ത്ത് ദൈവം നിനക്ക് വേണ്ടി നൽകുവാൻ വേണ്ടി പോകുന്നു. വിശ്വസിക്കുന്നവർ എഴുന്നേറ്റ് നിന്ന് കരങ്ങൾ കടിച്ച് ഇന്ന് പകൽക്കാലം ദൈവത്തെ സ്തുതിച്ചാണ്. വിശ്വസിക്കുന്നവർ എഴുന്നേറ്റ് നിന്ന് ഇന്ന് പകൽ ദൈവത്തിന് നന്ദി പറഞ്ഞാണ്. നാളെ നിന്റെ പേരിലൊരു നന്മയുണ്ട്, നാളെ നിന്റെ പേരിലൊരു കൊയ്ത്തുണ്ട്. കാരണം ഇന്ന് നീ നല്ലത് വിതയ്ക്കുന്നു എങ്കിൽ നാളെ നിന്റെ ജീവിതത്തിനൊരു വിടുതലുണ്ട്. എത്ര പേർ വിശ്വസിക്കുന്നു? താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്.